Good morning. Good morning, Miss. Good morning, ma'am. Okay. നമ്മൾ ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലേ പഠിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സില്? എവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? ആ കമ്പോണൻസ് സ്റ്റാർട്ട് ചെയ്തില്ലേ? കമ്പോണൻസ് സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നോ? ഓക്കെ. ഫസ്റ്റ് വൺ പറഞ്ഞു അല്ലെ, അസസ് ടു സർവീസ്. അവിടെ വരെയല്ലേ എടുത്ത് നിർത്തിയത്? ഓക്കെ. എന്തായിരുന്നു ഒരു അസസ് ടു സർവീസ് അല്ലെ? അസസ് ടു സർവീസ് പറഞ്ഞായിരുന്നു അല്ലെ? അസസ് ടു സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു സർവീസിലേക്കുള്ള പ്രവേശനം അല്ലെ? ജസ്റ്റ് നമുക്കൊന്ന് റിവൈൻഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം കേട്ടോ. അപ്പൊ ആ ഒരു സർവീസിലേക്കുള്ള പ്രവേശനമാണ് അസസ് ടു സർവീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ? അപ്പൊ ഇവിടെ ആർക്കും അല്ലെ, എല്ലാവർക്കും ഏതൊരു നല്ല ക്വാളിറ്റിയുള്ള ഒരു ആരോഗ്യ പരിചരണത്തിലേക്ക് എല്ലാവർക്കും പ്രവേശനമുണ്ട് അല്ലെ? അതുകൊണ്ട് തന്നെ ഈ എൻട്രി അല്ലെങ്കിൽ പ്രവേശനം എന്നാണ് എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്? റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ടു ഒബ്റ്റെയിൻ ഹെൽത്ത് സർവീസ്. ഒരു ഹെൽത്ത് സർവീസ് നേടാനുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ കഴിവിനെയാണ് എൻട്രി അല്ലെങ്കിൽ പ്രവേശനം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഒരു എൻട്രി അല്ലെങ്കിൽ പ്രവേശനത്തെ ബാധിക്കുന്ന ഒരു 3 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തത് ഡിസ്റ്റൻസ് ആയിരുന്നു അല്ലെ? ദൂരം ഒരു പ്രശ്നമായിട്ട് വരാം. രണ്ടാമതായിട്ട് പറഞ്ഞത് സാമ്പത്തികം അല്ലെ? അപ്പൊ അവരെന്താണ് അവര് നൽകുന്ന സർവീസുകൾക്ക് നമ്മൾ തിരികെ നൽകാനായിട്ട് ആ സർവീസ് നമുക്ക് തരുമ്പോ അതിന് നമ്മൾ പണം കൊടുക്കണം അല്ലെ? ആ പണം ആ സർവീസ് തരുന്നതിന് വേണ്ടിയിട്ട് നൽകുന്ന സർവീസിന് നമുക്ക് പണം കൊടുക്കാൻ പറ്റാതെ വന്നാൽ അതൊരു പ്രോബ്ലം ആയിട്ട് വരാം അല്ലെ? മൂന്നാമതായിട്ട് കൾച്ചർ, ബിലീഫ് ആൻഡ് വാല്യൂസ് ആണ് പറഞ്ഞത്. സംസ്കാരവും വിശ്വാസവും മൂല്യങ്ങളും അതിനനുസരിച്ചുള്ള ഒരു സർവീസ് അല്ല അവര് തരുന്നതെങ്കിലും നമുക്ക് അതിലേക്കുള്ള പ്രവേശനം എന്തായിരിക്കാം? പ്രശ്നമായി വന്നേക്കാം. അതാണ് അസസ് ടു സർവീസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ക്ലിയർ ആണോ ഫസ്റ്റ് വൺ? ഓക്കെ അല്ലേ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. സെക്കൻഡ് വൺ ആണ് ടെക്നിക്കൽ കോമ്പിറ്റൻസ്. എന്താണ്? സാങ്കേതിക കഴിവ് അല്ലെ? ടെക്നിക്കൽ കോമ്പിറ്റൻസ്. നോക്കി, ടെക്നിക്കൽ പ്രൊഫിഷ്യൻസി ആസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ക്വാളിറ്റി അഷുറൻസ് സജസ്റ്റ് ദാറ്റ് we should have sufficient knowledge and skills to perform our functions in order to provide quality service. എന്താണ് ടെക്നിക്കൽ പ്രൊഫിഷ്യൻസി അല്ലെങ്കിൽ സാങ്കേതിക കഴിവ് എന്ന് പറയുന്നത് നമ്മുടെ ക്വാളിറ്റി അഷുറൻസ് അല്ലെങ്കിൽ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന്റെ ഒരു ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ സൂചനയാണ്, അല്ലെങ്കിൽ സൂചകമാണ് ടെക്നിക്കൽ പ്രൊഫിഷ്യൻസി അല്ലെങ്കിൽ സാങ്കേതിക കഴിവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നല്ലൊരു ക്വാളിറ്റിയുള്ള സർവീസ് കൊടുക്കണമെങ്കിൽ അല്ലെ, നമുക്ക് നല്ലൊരു ക്വാളിറ്റിയുള്ള സർവീസ് കൊടുക്കണമെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് അവിടെ എന്ത് വേണം? നല്ല അറിവും വൈദഗ്ധ്യവുമുള്ള ജീവനക്കാരെ വേണം അല്ലെ? അവിടെ നല്ല രീതിയിൽ നല്ല നോളജും സ്കില്ലുള്ള സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അല്ലെ അവിടെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുള്ളൂ. അതുവഴിയല്ലേ നമുക്ക് നല്ലൊരു ക്വാളിറ്റിയുള്ള സർവീസ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടുത്തെ ടെക്നിക്കൽ കോമ്പിറ്റൻസ്, സാങ്കേതിക കഴിവ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ പ്രവർത്തിക്കുന്ന ഓരോ ജീവനക്കാരുടെയും കഴിവാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവരെപ്പോഴും എങ്ങനെയായിരിക്കണം? വളരെ നല്ല അറിവുള്ളവരായിരിക്കണം. ആ ഒരു മേഖലയെ കുറിച്ച് വളരെ നല്ല രീതിയിലുള്ള ഒരു മികച്ച അറിവ് അവർക്കുണ്ടായിരിക്കണം. അതിനനുസരിച്ചുള്ള വൈദഗ്ധ്യവും കഴിവുമെല്ലാം ആ പറയുന്ന ജീവനക്കാർക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു ക്വാളിറ്റി സർവീസ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് നോക്കിയേ, ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. One must go to a nursing school and pass the nursing examinations before she can work as a nurse. എന്താ? നമ്മൾ ഒരു നഴ്സിംഗ് ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ്, ഒരു നഴ്സായി ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടത്? നഴ്സിംഗുമായി ബന്ധപ്പെട്ട നഴ്സിംഗ് സ്കൂളുകളിൽ പോയി പഠിക്കണം അല്ലെ? പഠിച്ച് അവരുടെ പരീക്ഷ പാസ്സായാൽ മാത്രമേ ഒരു നേഴ്സായിട്ട് നമ്മൾ അവരെ അംഗീകരിക്കുകയുള്ളൂ അല്ലെ? അവർക്കൊരു ജോലിയിൽ പ്രവേശിക്കണമെങ്കിൽ ആ ഒരു പരീക്ഷ പാസ്സായിട്ട് വേണ്ടേ? ഒരു നഴ്സിംഗ് സ്കൂളിൽ പോയി പഠിക്കാതെ ഒരു നേഴ്സ് ആവാൻ പറ്റുമോ? അങ്ങനെ ഒരു പ്രത്യേക കോഴ്സ് പഠിക്കാതെ അവർക്ക് നേഴ്സ് ആവാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ ഒരു കോമ്പിറ്റൻസ്, അപ്പൊ അതെന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു നേഴ്സിനെ ആ ഒരു നഴ്സിംഗ് സ്കൂളിൽ പഠിച്ച് പരീക്ഷ പാസ്സാവണം എന്ന് പറയുന്നത്? ആ ഒരു ഭാഗത്ത് അല്ലെ, ആ ഒരു ഏരിയയിൽ അവർക്ക് നല്ലൊരു നോളജ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പൊ അതുപോലെ
നല്ല നോളജും കാര്യങ്ങളും, ഏത് ഫീൽഡ് ആണെങ്കിലും അതിൽ നല്ല അറിവുള്ള, നല്ല രീതിയിൽ കഴിവുകളുള്ള ഒരു ആളായിരിക്കണം അവിടെ വർക്ക് ചെയ്യാനായിട്ട് നിൽക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു സർവീസ് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. Then okay, even though we are no longer in school, we have to continue to refine our knowledge by reading health books and attending in-service training, workshop, etc. ഇനി എന്താണ് രണ്ടാമതായി പറയുന്നത്? ഒരു നേഴ്സ് അവർ നഴ്സിംഗ് സ്കൂളിൽ നിന്ന് അവർ പരീക്ഷ പഠിച്ച് പാസ്സായി അവർ ജോലിയിൽ പ്രവേശിച്ചു. അപ്പൊ അവര് നമ്മൾ പിന്നെയും നമ്മൾ ആ സ്കൂളിൽ പോവാന്നൊക്കെ പറയുന്നത് അല്ലെ, നമ്മുടെ സ്കൂളിലല്ല, ഇപ്പൊ ആ ഒരു വിഭാഗത്തിനുമായി ബന്ധപ്പെട്ട സ്കൂളിലല്ല. അപ്പൊ എന്താ വേണ്ടത്? നമ്മൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മുടെ നോളജ് എന്ത് ചെയ്യണം? റിഫൈൻ ചെയ്യണം, ശുദ്ധീകരിക്കണം, അല്ലെങ്കിൽ വർദ്ധിപ്പിക്കണം. എങ്ങനെയൊക്കെ നമ്മുടെ നോളജ് വർദ്ധിപ്പിക്കാം? ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകൾ വായിക്കുന്നതിലൂടെ വർദ്ധിപ്പിക്കാം അല്ലെ. അതുപോലെ തന്നെ അവരുടെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇൻ സർവീസ് ട്രെയിനിങ് വർക്ക്ഷോപ്പുകൾ ഉണ്ടാവും. അവർക്ക് ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളോ കാര്യങ്ങളോ നടത്തുന്നതിന് വേണ്ടിയുള്ള വർക്ക്ഷോപ്പുകൾ അവർക്ക് കണ്ടക്ട് ചെയ്ത് നൽകുന്നുണ്ടാവും. ആ ഹോസ്പിറ്റലുകാർ നൽകുന്ന കാര്യങ്ങളാണത്. അപ്പൊ അങ്ങനെയുള്ള വർക്ക്ഷോപ്പുകളിലൂടെയുള്ള പരിശീലനങ്ങളിൽ പങ്കെടുക്കുക, നല്ല രീതിയിലുള്ള ഹെൽത്ത് റിലേറ്റഡ് ബുക്കുകൾ വായിക്കുക. ഇതിലൂടെയൊക്കെ അവരുടെ അറിവ് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് റിഫൈൻ ചെയ്യാൻ പറ്റും, ശുദ്ധീകരിക്കാൻ പറ്റുമെങ്കിൽ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നോക്കിയേ, since we are health professionals, we should also understand our limits. That is, what we can do and what we cannot do. അല്ലെ, ഇപ്പൊ നമ്മളൊരു ആരോഗ്യ വിദഗ്ധരായിരിക്കുമ്പോ നമ്മൾ എന്താണ് അറിയേണ്ടത്? നമ്മുടെ പരിമിതികൾ എന്താണെന്ന് നമ്മൾ ആദ്യം അറിയണം അല്ലെ. നമ്മുടെ ലിമിറ്റ്സ് അല്ലെങ്കിൽ പരിമിതികൾ എന്താണെന്ന് അറിയണം. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയില്ല എന്ന കാര്യം നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. And with regard to what we cannot do, we are expected to refer them to other centers or personnel who are more proficient to tackle them. എന്താ ഈ പറയുന്ന കാര്യം? ഒരു കേസ് വരാണ്, അത് നമുക്ക് ചിലപ്പോ നമ്മൾ ആ ഒരു ആരോഗ്യ വിദഗ്ധ, ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിലും നമുക്ക് ചെയ്യാൻ കഴിവുള്ളതിനേക്കാൾ അപ്പുറമായിരിക്കാം ആ ഒരു കണ്ടീഷൻ വരുന്നത്. അങ്ങനെ ഒരു കണ്ടീഷൻ ആണെങ്കിൽ, അതായത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതിന് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, അതിനും അപ്പുറമാണ് ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്കിൽ ഉടനെ എന്താ ചെയ്യേണ്ടത്? അവരെ അതുമായി അതിൽ കഴിവുള്ള അല്ലെ കുറച്ചും കൂടി എക്സ്പെർട്ട് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരിലേക്ക്, അല്ലെങ്കിൽ ചിലപ്പോ ആ ഒരു ഹോസ്പിറ്റലിൽ ചിലപ്പോ അവരെ എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ല സേവനങ്ങൾ ചിലപ്പോൾ അവർക്ക് കൊടുക്കാൻ കഴിവുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റി ഒന്നും ആ ഹോസ്പിറ്റലിൽ ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യുക? മറ്റൊരു നല്ല കേന്ദ്രങ്ങളിലേക്ക് റെഫർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം അല്ലെ. അല്ലാതെ നമ്മൾ തന്നെ നോക്കി വെച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് എന്താ, നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചെയ്തു കൊടുക്കാൻ പറ്റുന്നതിനപ്പുറമാണ് ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്കിൽ അതിന് നല്ല എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾ, നമ്മളിലും കൂടുതൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടെങ്കിൽ അവരിലേക്ക് ആ പേഷ്യന്റിനെ റെഫർ ചെയ്യാം. അല്ലെങ്കിലോ മറ്റൊരു കേന്ദ്രങ്ങളിലേക്ക്, മറ്റേതെങ്കിലും ഹോസ്പിറ്റൽ പോലെയുള്ള കേന്ദ്രങ്ങളിലേക്കോ അവരെ റെഫർ ചെയ്യാവുന്നതാണ്. And our practice should also be controlled by laid down standards and guidelines. Example, standard treatment guidelines. അല്ലെ, നമ്മുടെ നല്ലൊരു നിലവാരമുള്ള ട്രീറ്റ്മെന്റിന് ശരിയായ മാർഗനിർദ്ദേശങ്ങൾ ആവശ്യമാണ് അല്ലെ. ഇപ്പൊ നല്ല ഒരു നിലവാരമുള്ള ഒരു ട്രീറ്റ്മെന്റ് വേണ്ടി വരുമ്പോൾ അതിന് ശരിയായ രീതിയിലുള്ള ഒരു മാർഗനിർദ്ദേശങ്ങളിലൂടെയാണ് അങ്ങനെ ഒരു നല്ല സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ഈ പറയുന്ന ഓരോ ജീവനക്കാരും നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു സർവീസ് കൊടുക്കണമെങ്കിൽ ശരിയായ മാനദണ്ഡങ്ങളും ശരിയായ മാർഗനിർദ്ദേശങ്ങളും ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? അതിനെ നിയന്ത്രിക്കണം. അങ്ങനെ ഒരു കൺട്രോളിംഗ് ഉണ്ടാവുന്നത് കൊണ്ടാണ് അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ശരിയായ രീതിയിൽ നടക്കുന്നതും അതിനനുസരിച്ച് നമുക്കൊരു നല്ല ക്വാളിറ്റിയുള്ള ഒരു സർവീസ് ആളുകളിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നതും. ഒരു ടെക്നിക്കൽ കോമ്പീറ്റൻസ് അല്ലെങ്കിൽ സാങ്കേതിക കഴിവ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും അവിടെയുള്ള ജീവനക്കാരുടെ കഴിവ് തന്നെയാണ് അല്ലെ. അപ്പൊ അവിടെ എപ്പോഴും ഒരു ടെക്നിക്കൽ പ്രൊഫഷൻസി അല്ലെങ്കിൽ ടെക്നിക്കൽ കോമ്പീറ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ ഒരു
ക്വാളിറ്റി അല്ലെ, ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന്റെ ഒരു സൂചകമാണ് ടെക്നിക്കൽ പ്രൊഫഷൻസി എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്, എപ്പോഴും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു സർവീസ് കൊടുക്കണമെങ്കിൽ അതിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, നല്ല ക്വാളിറ്റി ഉള്ള സർവീസ് കൊടുക്കണമെങ്കിൽ അതിനുള്ളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ശരിയായ അറിവുള്ളവരും ശരിയായ വൈദഗ്ധ്യമുള്ള ആയിട്ടുള്ള ജീവനക്കാർ ഉപയോഗിച്ചായിരിക്കണം ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ അതിനനുസരിച്ചുള്ള നല്ല അറിവും വൈദഗ്ധ്യവുമുള്ള ജീവനക്കാര് അവിടെ ലഭ്യമായിരിക്കണം അല്ലെ. അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത്. ഒരു നേഴ്സായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് നമ്മൾ നഴ്സിംഗ് സ്കൂളുകളിൽ പോയി പഠിച്ച് അവരെന്ത് ചെയ്യണം, പരീക്ഷകൾ പാസ്സാവണം. അതുപോലെ ഓരോ മേഖലയിലും അതിനനുസരിച്ച് അറിവുള്ളവരെ ആയിരിക്കണം നമ്മൾ നിയമിക്കേണ്ടത്. അതുവഴി ഇനിയിപ്പോ അവർ നിയമിച്ചു കഴിഞ്ഞാൽ കൂടിയും അവരുടെ അറിവ് അവരെന്ത് ചെയ്യണം, വർദ്ധിപ്പിക്കണം അല്ലെങ്കിൽ ശുദ്ധീകരിക്കണം. ഇതിൽ എന്തിലൂടെയൊക്കെ നമുക്ക് സാധിക്കും, നല്ല നല്ല ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകൾ വായിക്കുന്നതിലൂടെ സാധിക്കുന്നു. അതുപോലെ അവരുടെ ഇൻ സർവീസ് ആയിട്ടുള്ള ട്രെയിനിങ്, പരിശീലനവുമായി ബന്ധപ്പെട്ട വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കുന്നതിലൂടെയും അവർക്ക് ഈ അറിവ് അവർക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മളൊരു ആരോഗ്യ വിദഗ്ധരായിരിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ലിമിറ്റ്സ് എന്തൊക്കെയാണ്, നമ്മുടെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയില്ല എന്ന കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി ചില കേസുകൾ നമുക്ക് ചെയ്യാൻ കഴിയാത്തതായി വരും അല്ലെ. അത് നമ്മുടെ ആ ഒരു കഴിവിനും അപ്പുറമാണെങ്കിൽ, നമുക്ക് ചെയ്തു കൊടുക്കുന്നതിനും അപ്പുറമാണ് ആ ഒരു കേസ്, പേഷ്യന്റിന്റെ കേസ് എങ്കിൽ ഉടനെ എന്ത് ചെയ്യുക, അതിന് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളിലേക്ക്, ഉദ്യോഗസ്ഥരിലേക്ക് അവരെ റെഫർ ചെയ്യുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേന്ദ്രങ്ങളിലേക്ക് അവരെ റെഫർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ശരിയായ ഒരു നല്ല മാർഗനിർദ്ദേശങ്ങളിലൂടെ നമുക്ക് നല്ലൊരു നിലവാരമുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ അതേ രീതിയിൽ നമ്മൾ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നല്ലൊരു സർവീസ് ആളുകൾക്ക് കൊടുക്കണമെങ്കിൽ ശരിയായ മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും ഉപയോഗിച്ച് ഇവിടെ നിയന്ത്രണങ്ങൾ നടത്തി നല്ല രീതിയിലുള്ള സർവീസുകൾ നമുക്ക് ഇതുവഴി കൊടുക്കാൻ സാധിക്കും. ക്ലിയർ ആണോ? ടെക്നിക്കൽ കോമ്പീറ്റൻസ് ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ, തേർഡ് വൺ ആണ് ഇക്വിറ്റി അല്ലെങ്കിൽ സമത്വം അല്ലെങ്കിൽ നീതി അല്ലെ. The quality services should be provided to all people who are in need of them, be very poor, children, adults, old people, pregnant women, disabled, etc. ഇനി ഇവിടെ എന്താണ് ഒരു ഇക്വിറ്റി അല്ലെങ്കിൽ സമത്വം അല്ലെങ്കിൽ നീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്, അവിടെ സർവീസ് ആവശ്യമായി വരുന്ന എല്ലാവർക്കും അല്ലെ. അതിപ്പോ അവരൊരു ദരിദ്രരാണോ, അവര് കുട്ടികളാവാം, അവരെന്താ മുതിർന്നവരാവാം, ഓൾഡ് പീപ്പിൾസ് അല്ലെ, വൃദ്ധരാവാം, പ്രഗ്നന്റ് വുമൻസ് ആവാം, അല്ലെങ്കിൽ വൈകല്യമുള്ളവരാവാം, അങ്ങനെ ആരും ആയിക്കോട്ടെ, ഈ സർവീസ് ആവശ്യമുള്ള എല്ലാവർക്കും എന്താ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഗുണനിലവാരമുള്ള സേവനങ്ങൾ ലഭ്യമാക്കുക അല്ലെങ്കിൽ നൽകുക എന്നതാണ് ഇക്വിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ ഒരു വേർതിരിവോ കാര്യങ്ങളോ ഒന്നും പാടില്ല. എല്ലാവർക്കും എന്ത് ചെയ്യണം, അവിടെ ഈ സർവീസുകൾ ആവശ്യമായി വരുന്ന എല്ലാവർക്കും എന്ത് കൊടുക്കണം, നല്ലൊരു ക്വാളിറ്റിയുള്ള സർവീസ് നൽകുക എന്നതാണ് ഇക്വിറ്റി. Then quality services should be made available in all parts of the country, in villages, towns and cities. ഇനി എന്താ, രാജ്യത്തുടനീളം അല്ലെ, രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും, അത് വില്ലേജുകൾ അല്ലെങ്കിൽ ഒരു എന്താണ് സിറ്റി മാത്രമല്ല, എന്താ ഗ്രാമങ്ങള്, പട്ടണങ്ങള്, നഗരങ്ങള് അല്ലെ മുതലായ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും എന്ത് ചെയ്യണം, ഭാഗങ്ങളിലും നല്ല ഗുണനിലവാരമുള്ള സേവനങ്ങൾ ലഭ്യമാക്കുക എന്നത് കൂടി എന്തിൽ വരുന്നതാണ്, ഇക്വിറ്റിയിൽ വരുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ് ഇക്വിറ്റിയിൽ നമ്മൾ പറഞ്ഞത്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ സമത്വം അല്ലെങ്കിൽ നീതി. അപ്പൊ ഇവിടെ വരുന്ന ഒരു പേഷ്യൻസിനെ നമ്മൾ വേർതിരിച്ചു നിർത്താൻ പാടില്ല അല്ലെ. അവര് ദരിദ്രരാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അവര് ഓൾഡ് ഏജിലാണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ വൈകല്യമുള്ളവരാണെന്ന് പറഞ്ഞൊന്നും വേർതിരിക്കാതെ ഈ ഒരു സർവീസ് ആവശ്യമായി വരുന്ന ആരൊക്കെയാണോ അവർക്ക് എല്ലാവർക്കും നല്ലൊരു ക്വാളിറ്റി സർവീസ് നൽകുക എന്നതാണ് ഇക്വിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതുപോലെ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, അതിപ്പോ ഗ്രാമങ്ങളിലാവാം, പട്ടണങ്ങളില്, നഗരങ്ങളിലും മുതലായ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നല്ല ഗുണനിലവാരമുള്ള സേവനങ്ങൾ ലഭ്യമാക്കുക എന്നത് കൂടി എന്തിൽ വരുന്നതാണ്, ഇക്വിറ്റിയിൽ വരുന്നുണ്ട്. ക്ലിയർ ആണോ? ഇക്വിറ്റി ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് എഫിഷ്യൻസി.
എഫിഷ്യൻസി എന്താണ്? ഫലപ്രാപ്തി അല്ലെ? എഫിഷ്യൻസി അല്ലെങ്കിൽ ഫലപ്രാപ്തി എന്താണ് നോക്കിയേ? വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ ടൈപ്പ് ഓഫ് കെയർ ദാറ്റ് ജനറേറ്റ് പോസിറ്റീവ് ചേഞ്ച് ഇൻ ദ പേഷ്യൻസ് ഹെൽത്ത് ഓർ ക്വാളിറ്റി ഓഫ് ലൈഫ്. ഇനി എന്താ ഇവിടെ എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ ഫലപ്രാപ്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേഷ്യൻസിന്റെ ഹെൽത്ത് അല്ലെങ്കിൽ രോഗിയുടെ ആരോഗ്യത്തിലോ അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് അവരുടെ ജീവിത നിലവാരത്തിലോ നല്ലൊരു പോസിറ്റീവ് ചേഞ്ച് അല്ലെങ്കിൽ നല്ലൊരു മാറ്റം സൃഷ്ടിക്കാൻ അല്ലെ സൃഷ്ടിക്കുന്ന തരത്തിലുള്ളൊരു പരിചരണമായിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്. എന്താണ്? ഇപ്പൊ നമ്മളൊരു നല്ല ഫലപ്രാപ്തിയിലുള്ള നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ അത് എപ്പോഴും എങ്ങനെയായിരിക്കണം? ആ പേഷ്യന്റിന്റെ ആരോഗ്യത്തെ നല്ല രീതിയിലുള്ള മാറ്റമായിരിക്കണം ഉണ്ടാവേണ്ടത് അല്ലെ? ഒരിക്കലും അതൊരു ബാഡ് ആയിട്ട് പോകരുത്. നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണെങ്കിലും കെയർ ആണെങ്കിലും അത് അവരിൽ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളായിരിക്കണം ഉണ്ടാക്കേണ്ടത്. അപ്പൊ അവരുടെ ഇപ്പൊ ഒരു പേഷ്യന്റ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു പേഷ്യന്റിന്റെ ആരോഗ്യത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കാം, അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള പരിചരണമായിരിക്കണം നമ്മൾ എപ്പോഴും നല്ലൊരു ക്വാളിറ്റി കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ലൊരു പരിചരണം എപ്പോഴും നമ്മൾ കൊടുക്കാതെ അവർക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കുന്ന രീതിയിലുള്ളതായിരിക്കണം. Then we therefore provide treatments that are known to be fruitful. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫലപ്രദമായിട്ടുള്ള ഫ്രൂട്ട്ഫുൾ എന്ന് പറയുന്നത് ഫലപ്രദമായ അല്ലെ നല്ലൊരു ഫലപ്രദമായ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ചികിത്സകളായിരിക്കണം നമ്മൾ നൽകേണ്ടത്. അതിനൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഗിവിംഗ് എ ചൈൽഡ് വിത്ത് ഡയേറിയ ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ട് ORS ലൈനിങ് അല്ലെ കേട്ടിട്ടില്ലേ നിങ്ങള്? വീട്ടിലൊക്കെ കുട്ടികൾ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുമല്ലോ. വയറിളക്കം ഉള്ള കുട്ടികളെയൊക്കെ നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയാൽ ഡോക്ടർ ആദ്യം പ്രിഫർ ചെയ്യുന്ന ഒരു മെഡിസിൻ ഏതാ? ആദ്യം പ്രിഫർ ചെയ്യുന്നത് എന്ത് കൊടുക്കാനാണ്? ORS ലൈനി അല്ലെ? ORSന്റെ എക്സ്പാൻഡ് ഫോം ഒന്ന് നോക്കണം കേട്ടോ. ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട്സ് അല്ലെ? ORS ലൈനി കൊടുക്കാനല്ലേ പറയാറ്. അത് എന്തുകൊണ്ടാണ് അത് ആദ്യം കൊടുക്കണമെന്ന് പറയുന്നത്? അവരുടെ ആ ഒരു കണ്ടീഷനെ ഏറ്റവും എളുപ്പത്തിൽ ബെറ്റർ ആക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ORS ലൈനി കൊടുക്കുക എന്നുള്ളത് അല്ലെ? എപ്പോഴും നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ചികിത്സ എന്ന് പറയുന്നത് വളരെ ഫലപ്രദമായിരിക്കണം. അപ്പൊ ഇങ്ങനെ ഒരു ചൈൽഡ് ഡയറിയ ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഏറ്റവും ഫലപ്രദമായ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ORS കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ ആദ്യം അത് റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? നമ്മള് എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞ ഫലപ്രാപ്തിയാണ് അല്ലെ? അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഓരോ ട്രീറ്റ്മെന്റും കെയറും പരിചരണവും എങ്ങനെയുള്ളതായിരിക്കണം? നല്ല ക്വാളിറ്റി ഉള്ള ഒരു കെയർ ആണ് കൊടുക്കേണ്ടത്. അതിന്റെ ഭാഗമാണ് എന്ത് ഫലപ്രാപ്തി എന്നത് ഉദ്ദേശിക്കുന്നത് അല്ലെ? നല്ല ക്വാളിറ്റി ഉള്ള ഒരു കെയർ കൊടുക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് ആയിക്കോട്ടെ പരിചരണം ആയിക്കോട്ടെ അതെപ്പോഴും പേഷ്യൻസിന്റെ ആരോഗ്യത്തെ അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരത്തെ മെച്ചപ്പെടുത്തുന്ന അല്ലെങ്കിൽ പോസിറ്റീവ് ചേഞ്ചുകൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കെയർ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കണം കൊടുക്കേണ്ടത്. രണ്ടാമതായി പറഞ്ഞത് കൊടുക്കുന്ന ഓരോ ചികിത്സയും വളരെ ഫലപ്രദമായിട്ടുള്ളവയായിരിക്കണം. അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത് ഡയറിയ ഉള്ള കുട്ടികൾക്ക് വയറിളക്കമുള്ള കുട്ടികൾക്ക് നമ്മൾ ORS ലൈനി ആയിരിക്കണം ആദ്യം നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആദ്യത്തെ ഭാഗം അതാണ് അല്ലെ? അപ്പൊ അതെന്തുകൊണ്ടാണ്? വളരെ ഫലപ്രദമായ ഒരു ചികിത്സയാണ് അത് എന്നതുകൊണ്ട് തന്നെയാണ്. ക്ലിയർ ആണോ? എഫക്റ്റീവ്നെസ്. ഓക്കെ. Then next ആണ് എഫിഷ്യൻസി. എന്താണ് എഫിഷ്യൻസി? കാര്യക്ഷമത അല്ലെ? നോക്കിയേ എഫിഷ്യൻസി. എഫിഷ്യൻസി is the provision of high quality care at least possible cost. എന്താ? ഒരു അറ്റ്ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ് എന്താണ്? കുറഞ്ഞ ചിലവില് അല്ലെ? കുറഞ്ഞ ചിലവില് എന്നാൽ ഉയർന്ന നിലവാരമുള്ള പരിചരണം നൽകുക എന്നതാണ് എഫിഷ്യൻസി. എന്താണ് എഫിഷ്യൻസി? എഫിഷ്യൻസി ഈസ് ദ പ്രൊവിഷൻ ഓഫ് ഹൈ ക്വാളിറ്റി കെയർ അല്ലെ? നല്ല ഉയർന്ന നിലവാരമുള്ള പരിചരണം അറ്റ് ദ ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ്. എങ്ങനെയായിരിക്കണം? ആ ഉയർന്ന നിലവാരമുള്ള ഒരു കെയർ ആണ് ഈ പരിചരണമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ കൂടി അവിടെ ഒരുപാട് പണം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വാങ്ങാൻ പാടില്ല. വരുന്ന പേഷ്യൻസിന് കുറഞ്ഞ ചിലവില് നല്ല ഉയർന്ന നിലവാരമുള്ള പരിചരണം നൽകുക എന്നതാണ് എഫിഷ്യൻസി അല്ലെങ്കിൽ കാര്യക്ഷമത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
then we are expected to make the best use of resources and avoid waste of our meager resources. ഇനി എന്താണ്? We are expected to make the best use of resources. എന്താ? അവിടെയുള്ള ആ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിലുള്ള എല്ലാ വിഭവങ്ങളും എങ്ങനെയായിരിക്കണം? പരമാവധി വിനിയോഗിക്കുക അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുക. അവിടെയുള്ള റിസോഴ്സുകൾ നല്ലൊരു കാര്യക്ഷമമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ കെയർ നമ്മൾ കൊടുക്കണമെങ്കിൽ ശരിയായ രീതിയിൽ അവിടെയുള്ള റിസോഴ്സുകൾ അല്ലെങ്കിൽ വിഭവങ്ങൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം, അല്ലെ? ആൻഡ് അവോയ്ഡ് വേസ്റ്റേജ് ഓഫ് അവർ മീഗർ റിസോഴ്സസ്. എന്താണ് അവോയ്ഡ് എന്ന് പറഞ്ഞാൽ? ഒഴിവാക്കുക, അല്ലെ? മീഗർ എന്ന് പറഞ്ഞാൽ എന്താ? തുച്ഛമായ അല്ലെങ്കിൽ മിതമായ, അല്ലെ? നോക്കി അവിടെ എന്താണ്? അവോയ്ഡ് വേസ്റ്റേജ് ഓഫ് അവർ മീഗർ റിസോഴ്സസ്. ചില വിഭവങ്ങൾ ചിലപ്പോ ഹോസ്പിറ്റലിൽ വളരെ മിതമായിട്ട് അല്ലെങ്കിൽ തുച്ഛമായ അളവിലെ ഉണ്ടാകുള്ളൂ, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള അതായത് കുറഞ്ഞ അളവില് അല്ലെങ്കിൽ മിതമായിട്ടുള്ള അളവിലുള്ള സാധനങ്ങൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ വിഭവങ്ങൾ എന്ത് ചെയ്യണം? വേസ്റ്റ് വരാതെ അല്ലെങ്കിൽ പാഴാക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യുക. രണ്ട് കാര്യമാണ് നമ്മൾ അവിടെ പറഞ്ഞേ. വി ആർ എക്സ്പെക്ടഡ് ടു മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് റിസോഴ്സസ്. അവിടെയുള്ള എല്ലാ വിഭവങ്ങളും ശരിയായ രീതിയിൽ, അല്ലെ, പരമാവധി എന്ത് ചെയ്യണം? പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ അവിടെ മിതമായ അളവിലുള്ള അല്ലെങ്കിൽ തുച്ഛമായ അളവിലുള്ള വിഭവങ്ങളാണെങ്കിൽ അത് പാഴാക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യുക. അപ്പൊ നല്ല രീതിയിൽ ഇങ്ങനെയുള്ള വിഭവങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിലൂടെ നമുക്ക് നല്ലൊരു കാര്യക്ഷമമായിട്ടുള്ള ഒരു നല്ല ക്വാളിറ്റി കെയർ കൊടുക്കാൻ സാധിക്കും. Then we waste resources by prescribing unwanted drugs. ഇനി നമ്മൾ ഒരുപാട് വിഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പാഴാക്കാറുണ്ട് അല്ലെങ്കിൽ വേസ്റ്റ് ആക്കി കളയാറുണ്ട്. ഏതൊക്കെയാണ്? ബൈ പ്രിസ്ക്രൈബിങ് അൺവാണ്ടഡ് ഡ്രഗ്സ്. ആവശ്യമില്ലാത്ത മരുന്നുകൾ നിർദ്ദേശിക്കുന്നത് മൂലം, അല്ലെ? ആൻഡ് സ്റ്റോക്കിംഗ് മോർ ഡ്രഗ്സ് ദാൻ ഈസ് നീഡഡ്. നമുക്ക് ആവശ്യത്തിലധികം ഡ്രഗ്സ് എന്ത് ചെയ്യുന്നു? സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതിലൂടെ. ആൻഡ് മേക്കിംഗ് ദം എക്സ്പയർ ബൈ ബൈയിങ് സപ്ലൈസ് ആൻഡ് എക്വിപ്മെന്റ് വി ഡു നോട്ട് യൂസ്. നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടതല്ലാത്ത, എപ്പോഴും ഉപയോഗിക്കേണ്ടതാണെങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. അതേസമയം നമുക്ക് എപ്പോഴും അതിന്റെ ഒരു ഉപയോഗം വരുന്നില്ല എങ്കിൽ കൂടിയും നമ്മൾ എന്ത് ചെയ്യുന്നു? ആവശ്യമില്ലാതെ ഒരുപാട് ഉപകരണങ്ങളും സാധനങ്ങളും വാങ്ങി സ്റ്റോക്ക് ചെയ്യുന്നതിലൂടെ. അപ്പൊ അതെന്ത് ചെയ്യാം? അത് എക്സ്പയർ അല്ലെങ്കിൽ കാലഹരണപ്പെട്ടു പോവാം, അല്ലെ? അത് മെയിൻ്റനൻസ് ഒന്നും ചെയ്യാതെ ഉപയോഗിക്കാതെ വരും. അത് കംപ്ലൈന്റ് വന്ന് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാതെ വരാം, അല്ലെ? അത് കാലഹരണപ്പെട്ടു പോവാം. അപ്പൊ ഇങ്ങനെ ഇതിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് വിഭവങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പാഴാക്കുന്നുണ്ട്. അപ്പൊ അതിങ്ങനെയുള്ള വിഭവങ്ങൾ എന്ത് ചെയ്യണം? ഒരിക്കലും പാഴാക്കാതെ അത് പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക? നല്ലൊരു കാര്യക്ഷമമായിട്ടുള്ള നല്ലൊരു ഹൈ ക്വാളിറ്റി കെയർ ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് എഫിഷ്യൻസി. ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചിരിക്കുകയാണ്. വാട്ട് ഹാപ്പൻസ് വെൻ വി സ്റ്റോക്ക് മോർ ഡ്രഗ്സ് ദാൻ ഈസ് നീഡഡ്? നമുക്ക് ആവശ്യത്തിലധികം മരുന്നുകൾ നമ്മൾ വാങ്ങി സൂക്ഷിച്ചാൽ, സ്റ്റോക്ക് ചെയ്താൽ എന്താണ് സംഭവിക്കുക? എന്താ സംഭവിക്കുക? നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ മരുന്നുകൾ വാങ്ങി സ്റ്റോക്ക് ചെയ്താൽ എന്താ സംഭവിക്കുക? ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല, അല്ലെ? അങ്ങനെയാണോ? എന്താണ് സംഭവിക്കുക? വെരി ഗുഡ്. എക്സ്പയർഡ് ആവും, അല്ലെ? എക്സ്പയറി കഴിഞ്ഞ് നമുക്ക് പിന്നെ ആ ഒരു മരുന്ന് ഉപയോഗിക്കാൻ പറ്റോ? ഇല്ല, അല്ലെ? അപ്പൊ ഒരുപാട് മരുന്നുകൾ എന്ത് ചെയ്യും? വേസ്റ്റ് ആയി പോകും, അല്ലെ? എക്സ്പയറി ഡേറ്റ് കഴിയുകയും അതുവഴി ഒരുപാട് മരുന്നുകൾ വേസ്റ്റ് ആയി പോവുകയും ചെയ്യും, അല്ലെ? അപ്പൊ അങ്ങനെ വേസ്റ്റ് ആക്കാതെ ഈ പറയുന്ന വിഭവങ്ങളെല്ലാം പരമാവധി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ഉയർന്ന നിലവാരമുള്ള, കുറഞ്ഞ ചിലവിൽ നല്ലൊരു ഉയർന്ന നിലവാരമുള്ള പരിചരണം വരുന്ന ഓരോ പേഷ്യൻസിനും നൽകുക എന്നുള്ളതാണ് എഫിഷ്യൻസി അല്ലെങ്കിൽ കാര്യക്ഷമത. ക്ലിയർ ആണോ? എഫിഷ്യൻസി ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ തുടർച്ച. എന്താണ് നോക്കി? Continuity implies that the client receives the full range of health services he or she needs. എന്താ? ആ പേഷ്യന്റ് വരുന്ന പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള ആരോഗ്യ സേവനങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഫുൾ റേഞ്ചിൽ അല്ലെങ്കിൽ എന്താ മുഴുവൻ ശ്രേണിയിലും ലഭ്യമാക്കുക എന്നുള്ളതാണ് കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ തുടർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ അവിടെ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ആ ഒരു ട്രീറ്റ്മെന്റ് ഭാഗികമായിട്ടോ അല്ലെങ്കിൽ എന്താണ് ചെറിയ അളവിലോ മാത്രമല്ല അവിടെ വരുന്ന പേഷ്യൻസിന് കൊടുക്കേണ്ടത്. ആ ഒരു ട്രീറ്റ്മെന്റ്
മുഴുവനായിട്ടും ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ഒരു കോഴ്സ് അനുസരിച്ചാണ് ഒരു ട്രീറ്റ്മെന്റ് അല്ലെ. കോഴ്സ് ഒക്കെ കേട്ടിട്ടില്ലേ? നമ്മളിപ്പോ കുട്ടികളെ കൊണ്ടുപോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റിന് പോകുമ്പോഴും ഇത്ര കോഴ്സ് ചെയ്താലേ നമുക്ക് മാറുള്ളൂ എന്നൊക്കെ പറയും ഡോക്ടർ അല്ലെ. അപ്പൊ അതെങ്ങനെയാണ് ആ ഒരു കോഴ്സിന്റെ ഒരു ഭാഗം ചിലപ്പോ ഒരു 3 പ്രാവശ്യം നമ്മൾ ആ ഒരു കോഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിലൊരു കോഴ്സ് മാത്രം ചെയ്തത് കൊണ്ട് നമുക്ക് അത് ഒരു കോഴ്സ് ചെയ്തു ബാക്കി നമ്മൾ നിർത്തി അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തില്ല എന്ന് വെച്ചാൽ എന്താണ് പറ്റുക? നമുക്ക് ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ഫലം കിട്ടോ? ഇല്ല അല്ലെ. നമുക്ക് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ഫലം കിട്ടുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെയും അതന്നെ ഉദ്ദേശിക്കുന്നത് എന്താ? വരുന്ന പേഷ്യൻസിന് എന്താണ് അവരുടെ ആവശ്യകത, അതിനനുസരിച്ച് നല്ല ആരോഗ്യ സേവനങ്ങൾ അവർക്ക് എങ്ങനെ കിട്ടണം, അല്ലെങ്കിൽ ആരോഗ്യ സേവനങ്ങൾ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ചികിത്സ അവർക്കൊരു ഫുൾ റേഞ്ചിൽ കിട്ടണം, അല്ലെങ്കിൽ മുഴുവൻ ശ്രേണിയിലും. അത് കുറച്ച് ഭാഗികമായിട്ട് കിട്ടിയാൽ പോരാ, അവരുടെ ആ ഒരു ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ഫലപ്രാപ്തി ഉണ്ടാവുന്ന രീതിയിൽ മുഴുവൻ ശ്രേണിയിലും ഫുൾ റേഞ്ചിലും അവർക്ക് ലഭ്യമാക്കുക എന്നതാണ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. Then and that when the case is beyond us, we refer him or her to the right level for further care. ഇനി എന്താ അതിൽ 2-3 കേസുകളായിട്ട് പറയുന്നത്. അപ്പൊ അതിങ്ങനെ ഒരു നല്ല ഫുൾ റേഞ്ച് ഓഫ് എന്താണ് ഹെൽത്ത് സർവീസ് അവർക്ക് കിട്ടുക എന്നുള്ളതിൽ അതിൽ ഒന്നാമത്തെ ആയിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു ക്രിട്ടിക്കൽ കേസ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ആ ഹോസ്പിറ്റലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിലധികമാണ്, അപ്പുറത്താണ്. ഹോസ്പിറ്റലിൽ വലിയ രീതിയിലുള്ള അത് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ആ സർവീസുകൾ കൊടുക്കാനായിട്ടുള്ള ഫെസിലിറ്റിയോ കാര്യങ്ങളോ ഇല്ല എങ്കിൽ അവർ എന്ത് ചെയ്യും? ഉടനെ തുടർ പരിചരണത്തിനായിട്ട് ആ പേഷ്യൻസിന് എന്ത് ചെയ്യും? മറ്റ് കേന്ദ്രങ്ങളിലേക്ക് അല്ലെ, മറ്റു ഉയർന്ന സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യും? റെഫർ ചെയ്യും അല്ലെ. റെഫർ ചെയ്യാറില്ലേ? നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ കാര്യമാണ് അല്ലെ. റെഫർ ചെയ്യും അല്ലെ. അപ്പൊ അവിടെ എന്താണ്? അവിടെ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ കണ്ടിന്യൂറ്റി നടക്കുന്നില്ലേ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് റെഫർ ചെയ്യുമ്പോൾ അവർക്ക് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ട്രീറ്റ്മെന്റ് കിട്ടാൻ വേണ്ടിയല്ലേ നമ്മൾ അങ്ങനെ റെഫർ ചെയ്യുന്നേ. അപ്പൊ അത് ഒന്നാമത്തെ കേസ് പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് കണ്ടിന്യൂറ്റി മേ ബി അറ്റൈൻഡ് ബൈ ദ പേഷ്യൻസ് സീയിങ് the same primary health care worker or by keeping exact health records so that another staff can have sufficient information to follow up the patient. ഇനി എന്താ അടുത്തൊരു കണ്ടിന്യൂറ്റി എന്നത് ഉദ്ദേശിക്കുന്നത് എന്താ? പേഷ്യൻസ് സ്ഥിരമായിട്ട് ഒരു സെയിം ആയിട്ടുള്ള ഒരു പ്രൈമറി ഹെൽത്ത് കെയർ വർക്കറിനെ തന്നെ കാണുന്നു. അതായത് നമ്മൾ സെയിം ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ തന്നെ പോവുകയാണ്, ഒരു ഡോക്ടറെ തന്നെ നമുക്ക് എന്തൊരു ആരോഗ്യപരമായിട്ടുള്ള അസുഖങ്ങൾ വന്നാല് നമ്മൾ ഒരു സെയിം ഡോക്ടറെ തന്നെ സെയിം ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ് പോകുന്നതെങ്കിൽ അത് നമ്മുടെ ട്രീറ്റ്മെന്റിനെ എങ്ങനെയായിരിക്കും അഫക്ട് ചെയ്യുന്നത്? ഒരു സെയിം ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? അതുവഴി സെയിം ഹോസ്പിറ്റലിൽ തന്നെ എപ്പോഴും നമുക്ക് എന്ത് പ്രോബ്ലം വന്നാലും നമ്മൾ ഒരു സ്ഥിരം ഒരു ആശുപത്രിയിൽ തന്നെ പോകുന്നത്, സ്ഥിരമായിട്ട് നമ്മളൊരു ഡോക്ടർ തന്നെ കാണുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ട്രീറ്റ്മെന്റിലുള്ള ബെനിഫിറ്റ്? എന്താണ് ട്രീറ്റ്മെന്റിലുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നേ? ഒരു ബെനിഫിറ്റും ഇല്ല. എന്തായിരിക്കും? അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാം, അതൊക്കെയാണ്. അത് കൂടാതെ എന്താ, നമ്മൾ അവിടെ ആദ്യം തുടങ്ങി നമ്മൾ എന്ത് രോഗം വന്നാലും അവിടെ കാണിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ചീട്ട് നമ്മുടെ ആ ഒരു ചാർട്ട് ഉണ്ടാവില്ലേ, അവിടെ ഒരു ഹെൽത്ത് റെക്കോർഡ് ഉണ്ടാവും അല്ലെ. നമ്മുടെ ആ ഒരു ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു റെക്കോർഡ് അവരുടെ കയ്യിൽ സുരക്ഷിതമായിട്ടുണ്ടാവും അല്ലെ. നമുക്ക് മുൻപ് എന്തൊക്കെ രോഗങ്ങൾ വന്നു, അപ്പൊ എന്തൊക്കെ നമ്മൾ മരുന്നുകൾ കഴിച്ചു, നമുക്ക് എത്ര നാളായി മറ്റൊരു രോഗം വന്നിട്ട് അല്ലെ. അതുപോലെയുള്ള ഒരു പിന്നെ ചിലപ്പോൾ അലർജി ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കാര്യങ്ങൾ അല്ലെ, ഏതൊക്കെ മരുന്നുകൾക്കാണ് അലർജി മറ്റു കാര്യങ്ങളുള്ളത് എന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചുമുള്ള ഒരു കൃത്യമായ ഇൻഫർമേഷൻ അവരുടെ ആ ഒരു ഡേറ്റയിൽ ഉണ്ടായിരിക്കും അല്ലെ. ആ ഒരു ചാർട്ടിൽ ഉണ്ടാവില്ലേ? ആ ഒരു നമ്മൾ ചെന്ന് കഴിയുമ്പോൾ രണ്ടാമതോ മൂന്നാമതോ പോകുമ്പോഴും നമ്മുടെ ആ സെയിം ചാർട്ട് തന്നെയല്ലേ അവരെടുക്കുന്നേ അല്ലെ. പുതിയൊരെണ്ണം ക്രിയേറ്റ് ചെയ്യാനല്ലോ അവിടെ ചെയ്യുന്നത്. ആ സെയിം ചാർട്ട് തന്നെ നമുക്ക് ബന്ധപ്പെട്ട ഡോക്ടറുടെ അടുത്തേക്ക് വിടും അല്ലെ. ആ ഒരു ചാർട്ട് അത് ഉപയോഗിച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, മുൻകാലങ്ങളിൽ അവർക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നൊന്നുകൂടി ചെക്ക് ചെയ്തിട്ട് പെട്ടെന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആവശ്യമായ മരുന്നുകൾ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എന്താണെന്ന് നിർദ്ദേശിക്കാനായിട്ട് സാധിക്കും ഇല്ലേ. അതൊന്നാമത്തെ ഒരു ബെനിഫിറ്റ് ആണ്. അപ്പൊ അവിടെ ഒരു കണ്ടിന്യൂറ്റി നടക്കുന്നില്ലേ, ആ ഒരു ട്രീറ്റ്മെന്റിന്റെ കണ്ടിന്യൂറ്റി നടക്കുന്നില്ലേ. മൂന്നാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്ന് വിചാരിക്കാം. അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് അവിടെ
നേഴ്സ് ഉണ്ടാവും അല്ലെ, നമുക്ക് മരുന്നൊക്കെ എടുത്ത് തരാൻ വേണ്ടിയിട്ട് നേഴ്സ് ഇഞ്ചക്ഷനോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു നേഴ്സിംഗ് സ്റ്റാഫ് ഉണ്ടാവും. അവരെങ്ങനെയാ ഷിഫ്റ്റ് ഡ്യൂട്ടി ആയിരിക്കും അവർക്ക് അല്ലെ. അപ്പൊ ഒരാള് ഷിഫ്റ്റ് കഴിഞ്ഞ് ഒരാളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് അവരെന്ത് ചെയ്യുന്നു, മറ്റൊരാൾക്ക് അടുത്ത ഷിഫ്റ്റിന് മറ്റൊരാളായിരിക്കും അല്ലെ കയറുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഇവരുടെ ഹെൽത്ത് റെക്കോർഡുകൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് മറ്റുള്ളവർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ആണോ? നമ്മൾ ആ ഒരു രണ്ടാമത് ഷിഫ്റ്റ് ഡ്യൂട്ടിയിലേക്ക് കയറുന്ന ആളും ആദ്യത്തെ ആളുടെ പോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളോ ഇഞ്ചക്ഷൻസ് ആണെങ്കിൽ ഇഞ്ചക്ഷൻസ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു തരില്ലേ? ഇല്ലേ? അപ്പൊ അവിടെ ജീവനക്കാർക്ക് എന്താണ്, ഇങ്ങനെയുള്ള ഹെൽത്ത് റെക്കോർഡുകൾ കൃത്യമായത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഹെൽത്ത് റെക്കോർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ട് നമുക്ക് ആ ഓരോ സ്റ്റാഫുകൾക്ക് ആ കൃത്യമായ പേഷ്യൻസിനെ കുറിച്ചുള്ള റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുകയും അവരെ ശരിയായ രീതിയിൽ അവർക്കുള്ള ഫോളോ അപ്പുകൾ കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ക്ലിയർ ആണോ? മനസ്സിലായോ എന്താ ഉദ്ദേശിച്ചത്? അപ്പൊ 3 കേസാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ കണ്ടിന്യൂറ്റി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ആ ഹെൽത്ത് സർവീസ് ആ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ആ ഹെൽത്ത് സർവീസുകൾ അല്ലെങ്കിൽ ആരോഗ്യ സേവനങ്ങൾ ഒരു മുഴുവൻ ശ്രേണി അല്ലെങ്കിൽ ഫുൾ റേഞ്ചിൽ അവർക്ക് ലഭ്യമാക്കുക എന്നതാണ് കണ്ടിന്യൂറ്റി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമതായി നമ്മൾ പറഞ്ഞത്, ഒരു കേസ് വരുമ്പോ അത് നമ്മുടെ ഹോസ്പിറ്റലിനും അപ്പുറത്താണ് ആ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ ഉടനെ അവരെന്ത് ചെയ്യാം, തുടർ ചികിത്സയ്ക്കായിട്ട് മറ്റു കേന്ദ്രങ്ങളിലേക്ക് ഉന്നത തലങ്ങളിലേക്ക് റെഫർ ചെയ്യണം. രണ്ടാമതായിട്ട് പറഞ്ഞ് സ്ഥിരം നമ്മൾ ഒരേ പ്രൈമറി വർക്കർ അല്ലെങ്കിൽ ഒരേ ഡോക്ടറെ കാണുന്നു അല്ലെങ്കിൽ ഒരേ ഹോസ്പിറ്റലിൽ പോകുന്നു, അപ്പൊ അവരുമായി ബന്ധപ്പെട്ട ആ പേഷ്യന്റുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് എല്ലാം അവരുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഡോക്ടേഴ്സിന് അവർക്കുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ മെഡിസിൻ എന്താണോ വേണ്ടതെന്ന് പെട്ടെന്ന് നിർദ്ദേശിക്കാൻ സാധിക്കും. അവിടെയും ഒരു കണ്ടിന്യൂറ്റി ഓഫ് ട്രീറ്റ്മെന്റ് വരുന്നുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത്, ഒരു എന്താണ് വാർഡിലോ അല്ലെങ്കിൽ റൂമുകളിലോ അഡ്മിറ്റ് ആയി കിടക്കുന്ന ഓരോ പേഷ്യൻസിനും അവിടെ സ്റ്റാഫുകൾ ഷിഫ്റ്റിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് മാറി വന്നാൽ പോലും അവരുടെ തുടർച്ച, ആ ചികിത്സയിലുള്ള ഒരു തുടർച്ച എന്ന് പറയുന്നത് നിന്നു പോകുന്നില്ല അല്ലെ. അവരെന്ത് ചെയ്യുന്നു, ഹെൽത്ത് റെക്കോർഡുകൾ പ്രകാരം കൃത്യമായിട്ട് മറ്റുള്ളവർക്ക് ആ റെക്കോർഡുകൾ കൊടുക്കുന്നത് വഴി പേഷ്യൻസിന് എന്ത് ചെയ്യാം, ആ ഒരു കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഫോളോ അപ്പ് കൃത്യമായിട്ട് അവർക്ക് ആ ഹെൽത്ത് റെക്കോർഡുകൾ ഉപയോഗിച്ച് ചെയ്യാനായിട്ടും സാധിക്കും. ക്ലിയർ ആയോ കണ്ടിന്യൂറ്റി എന്താന്നുള്ളത്? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് സേഫ്റ്റി. എന്താണ് സേഫ്റ്റി? സുരക്ഷ അല്ലെ. സേഫ്റ്റി implies that when providing health services, we reduce to the barest minimum injuries, infections, harmful after effects and other dangers to clients and to staff. ഇനി ഇവിടെ എന്താ സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷ എന്നത് എന്താണ്? ഒരു ഹെൽത്ത് സർവീസ് അല്ലെ, ഒരു ഹെൽത്ത് സർവീസ് അല്ലെങ്കിൽ ഒരു ആരോഗ്യ സേവനം നൽകുമ്പോൾ അവിടെ സേഫ്റ്റി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ എപ്പോഴും വി റെഡ്യൂസ് ടു ദ ബേറസ്റ്റ് മിനിമം ഇഞ്ചുറീസ് അല്ലെ, വളരെ കുറച്ച് ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള പരിക്കുകളെ വരാൻ പാടുള്ളൂ അല്ലെ. നമ്മൾ കൊടുക്കുന്ന സർവീസുകൾ വഴി വരുന്ന രോഗികൾക്ക് കുറഞ്ഞ പരിക്കുകളെ വരാൻ പാടുള്ളൂ, കുറഞ്ഞ രീതിയിലുള്ള ഇൻഫെക്ഷൻസേ വരാൻ പാടുള്ളൂ അല്ലെങ്കിൽ അണുബാധകൾ വരാൻ പാടുള്ളൂ. അതുപോലെ ചെറിയ രീതി ദോഷകരമായിട്ടുള്ള ആഫ്റ്റർ എഫക്ട്സ് അല്ലെങ്കിൽ അനന്തരഫലങ്ങൾ വളരെ മിനിമമേ വരാൻ പാടുള്ളൂ. ആൻഡ് അതർ ഡേഞ്ചേഴ്സ്, മറ്റുള്ള അപകടങ്ങളോ വളരെ കുറവേ വരാൻ പാടുള്ളൂ. അങ്ങനെയാണ് ടു ക്ലൈന്റ് ആൻഡ് ടു ദ സ്റ്റാഫ്, അവിടെ വരുന്ന ക്ലൈന്റ് അല്ലെങ്കിൽ പേഷ്യൻസിനും അവിടെയുള്ള ജീവനക്കാർക്കും നമ്മൾ ഈ കൊടുക്കുന്ന ആരോഗ്യ സേവനവുമായി ബന്ധപ്പെട്ട് വളരെ കുറഞ്ഞ അളവിലെ പരിക്കുകളോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള ആഫ്റ്റർ എഫക്ട്സ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടങ്ങളോ ഒക്കെ വളരെ കുറഞ്ഞ രീതിയിൽ അല്ലെ, വളരെ കുറച്ച് മാത്രമേ വരാൻ പാടുള്ളൂ അല്ലെങ്കിൽ മിനിമം ആയിരിക്കണം വരേണ്ടത്. അപ്പൊ അവരുടെ ആ ഒരു സേഫ്റ്റി ഉറപ്പുവരുത്തുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അവിടെ ജീവനക്കാരുടെ ആയിക്കോട്ടെ അവിടെ വരുന്ന പേഷ്യൻസ് ആയിക്കോട്ടെ അവരുടെ സുരക്ഷ എന്ന് പറയുന്നത്, സുരക്ഷിതത്വം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ ഒരു ഹെൽത്ത് സർവീസ് കൊടുക്കുമ്പോൾ ഒരിക്കലും അവർക്ക് എന്താണ് ഒരുപാട് ഇഞ്ചുറീസോ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ഹാർംഫുൾ ആയിട്ടുള്ള ആഫ്റ്റർ എഫക്ട്സോ ഡേഞ്ചേഴ്സോ അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഒരുപാട് അളവിൽ അവർക്ക് വരാൻ പാടില്ല. വളരെ മിനിമം മാത്രമേ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തന്നെ അത് വളരെ മിനിമം ആയിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. Then when providing quality care, we should not put the patient's life at risk. അല്ലെ, നല്ലൊരു ക്വാളിറ്റി കെയർ കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ആ പേഷ്യൻസിന്റെ ജീവൻ അപകടത്തിലാക്കാൻ പാടില്ല അല്ലെ. ഒരിക്കലും ആ വരുന്ന പേഷ്യൻസ് നല്ലൊരു ക്വാളിറ്റി കെയറിന് വേണ്ടി വരുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ആ ഒരു പേഷ്യൻസിന് ഒരിക്കലും അവരുടെ ജീവൻ അപകടത്തിലാക്കാനായിട്ട് നമ്മൾ പാടില്ല. Then we should ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ
example, we should not give insecure blood to patients and thereby infect them with HIV or AIDS. സുരക്ഷിതമല്ലാത്ത രക്തങ്ങള് രോഗികൾക്ക് നൽകുന്നത് വഴി എന്തുണ്ടാവാം? HIV അല്ലെങ്കിൽ എയ്ഡ്സ് പോലെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവാം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്താ? ഇങ്ങനെയുള്ള സുരക്ഷിതമല്ലാത്ത ബ്ലഡ് അല്ലെങ്കിൽ ഇൻസെക്യൂർ ആയിട്ടുള്ള ബ്ലഡ് ഒരു കാരണവശാലും രോഗികൾക്ക് നൽകാതിരിക്കുക. അതുവഴി അവർക്ക് HIV അല്ലെങ്കിൽ എയ്ഡ്സ് ഉണ്ടാവുന്നതിനെ തടയുകയും ചെയ്യുക. അതാണ് സേഫ്റ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ സേഫ്റ്റി? ഓക്കെ ആണോ? ഓക്കെ. Then next one ആണ് ഇന്റർപേഴ്സണൽ റിലേഷൻസ്. ഇന്റർപേഴ്സണൽ റിലേഷൻസ് എന്ന് പറയുന്നത് വ്യക്തിബന്ധങ്ങൾ അല്ലെ. നോക്കിയേ, ഇന്റർപേഴ്സണൽ റിലേഷൻസ് എന്താണ്? ഇറ്റ് refers to the relationship between us and our clients and communities, between health managers and their staff. ഇവിടെയുള്ള ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിലുള്ളതാണെന്ന് നോക്കിയേ. റിലേഷൻ ബിറ്റ്വീൻ അസ്. അസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സ്ഥാപനം അല്ലെ, ആരാണോ സർവീസ് കൊടുക്കുന്നത് ആ സ്ഥാപനവും അവരുടെ ക്ലയൻസ് അല്ലെങ്കിൽ പേഷ്യൻസും അവരുടെ സമൂഹവും, ആ ഒരു സമൂഹം അല്ലെങ്കിൽ അതിനുള്ളിലുള്ള പേഷ്യൻസുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു റിലേഷൻഷിപ്പ് അല്ലെ. ആ ഒരു സ്ഥാപനം അവരുടെ ആരാണ്? ക്ലയന്റുകൾ, ഉപഭോക്താക്കൾ. ആ സർവീസ് ഉപയോഗിക്കുന്ന ആരാണോ ആ ഉപഭോക്താക്കളെ, അതുപോലെ ആ ഉപഭോക്താക്കൾ ഉൾപ്പെടുന്ന ആ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സമൂഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. അല്ലെങ്കിലോ ബിറ്റ്വീൻ ഹെൽത്ത് മാനേജേഴ്സ് ആൻഡ് ദെയർ സ്റ്റാഫ്. ഹെൽത്ത് മാനേജേഴ്സും അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മുടെ ഇന്റർപേഴ്സണൽ റിലേഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് രണ്ട് വ്യക്തികളാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത് ആര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്? ആ സർവീസ് നൽകുന്ന സ്ഥാപനവും അവരുടെ ആ ഒരു ക്ലയന്റ് ആരാണോ അവരുടെ ഉപഭോക്താക്കള് അവർ ഉൾപ്പെടുന്ന സമൂഹവും തമ്മിലുള്ളൊരു അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് ആവാം. അല്ലെങ്കിലോ ബിറ്റ്വീൻ ഹെൽത്ത് മാനേജർ ആൻഡ് ദിയർ സ്റ്റാഫ്. ഹെൽത്ത് മാനേജേഴ്സും അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഇന്റർപേഴ്സണൽ റിലേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി ഷുഡ് ഷോ റെസ്പെക്ട് ടു അവർ ക്ലയൻസ്. നമ്മൾ എപ്പോഴും അതിലൊരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വി ഷുഡ് ഷോ റെസ്പെക്ട് ടു അവർ ക്ലയൻസ്. നമ്മുടെ വരുന്ന ക്ലയൻസ് അല്ലെങ്കിൽ പേഷ്യൻസിനോട് വളരെ റെസ്പെക്ട്ഫുൾ ആയി ബഹുമാനപരസ്പരം അല്ലെ, ബഹുമാനം കാണിക്കണം അല്ലെങ്കിൽ മാന്യമായിട്ട് എന്ത് ചെയ്യണം? പെരുമാറുകയും വേണം അല്ലെ. ആൻഡ് ഫീൽ ഫോർ അവർ പേഷ്യൻസ്. എന്താ? സഹതാപം തോന്നണം. വരുന്ന പേഷ്യൻസിനോട് സഹതാപം അല്ലെങ്കിൽ അനുകമ്പ തോന്നണം. ആൻഡ് നോട്ട് ബി റൂഡ് ഓർ ഷൗട്ട് അറ്റ് ദം. അതുപോലെ തന്നെ പരുഷമായിട്ട് അവരോട് പെരുമാറാതിരിക്കുക. അതുപോലെ നോട്ട് ഷൗട്ട് ദം. അവരോട് ആക്രോശിക്കാതെയും ഇരിക്കുക. ആൻഡ് നോട്ട് റിവീൽ ഇൻഫർമേഷൻ വി ഗെറ്റ് ഫ്രം പേഷ്യൻസ് ടു അതർ പീപ്പിൾ. അതുപോലെ രോഗികളിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ്, രോഗികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വിവരങ്ങൾ മറ്റുള്ളവരോട് എന്ത് ചെയ്ത് വെളിപ്പെടുത്തരുത്. അപ്പൊ ഇതിലൂടെയൊക്കെ നല്ലൊരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നമുക്ക് ക്ലയൻസിനോട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയോട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് നെക്സ്റ്റ് പറയുന്നത്. ദീസ് വിൽ ഗിവ് റൈസ് ടു ഗുഡ് റിലേഷൻസ് ആൻഡ് ട്രസ്റ്റ് ബിറ്റ്വീൻ ക്ലയൻസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ആൻഡ് അസ് അല്ലെ. ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്കാണെങ്കിലും അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ പോയി അവർ നമ്മളോട് നല്ല മാന്യമായിട്ട് പെരുമാറുന്നു, നല്ല രീതിയിൽ നമുക്ക് നല്ല റെസ്പെക്ട് അല്ലെങ്കിൽ ബഹുമാനം തരുന്നു, നമ്മുടെ അവസ്ഥ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നു അല്ലെ. നമ്മളോട് സഹതാപം അല്ലെങ്കിൽ അനുകമ്പയോടുകൂടി പെരുമാറുന്നു. അതുപോലെ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറണം. ഒരു എന്താണ് വളരെ റൂഡായിട്ടോ അല്ലെങ്കിൽ വളരെ ഷൗട്ട് ചെയ്തോ അല്ലെ, നമ്മളെന്താ പരുഷമായിട്ടോ അല്ലെങ്കിൽ എന്താ ആക്രോശിച്ചുകൊണ്ടൊന്നും നമ്മളോട് സംസാരിക്കുന്നില്ല. അങ്ങനെയുള്ള അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് എല്ലാം അവർ ആരോടും പുറത്താരോടും വെളിപ്പെടുത്താതെ പ്രൈവറ്റ് ആയിട്ട് തന്നെ സൂക്ഷിക്കുന്നു. അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനോട് എന്താണ് നല്ലൊരു റിലേഷൻഷിപ്പ് തോന്നൂലേ? നല്ലൊരു വ്യക്തി ബന്ധം തോന്നാറില്ലേ? അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല? തോന്നില്ലേ അങ്ങനെ ഒരു ഹോസ്പിറ്റലിനോട് അല്ലെ? അപ്പൊ അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? നല്ലൊരു റിലേഷൻഷിപ്പ് ആ ഒരു സ്ഥാപനവുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനവും ആ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ക്ലയൻസുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കൊരു വിശ്വാസം വരും അല്ലെ. നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ഒന്നും അവർ ആരോടും പറയാതെ ഇവര് പ്രൈവറ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രൈവസിയിൽ ഉൾപ്പെടുത്തി വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്ഥാപനത്തോട് ഒരു വിശ്വാസം കൂടും, നല്ലൊരു റിലേഷൻഷിപ്പും കൂടുന്നുണ്ട് അല്ലെ.
Clients regard good interpersonal relations as an important feature of quality of care. ആ ഒരു quality of care നല്ലൊരു ഗുണനിലവാരമുള്ള പരിചരണത്തിന്റെ ഒരു പ്രധാന സവിശേഷത കൂടിയാണ് എന്തെന്ന് പറയുന്നത്, നല്ലൊരു ഇന്റർപേഴ്സണൽ റിലേഷൻ അല്ലെങ്കിൽ വ്യക്തിബന്ധം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ അത്? ഇന്റർപേഴ്സണൽ റിലേഷൻസ് ഓക്കെ ആണോ? ഓക്കെ. Then last one ആണ് amenities അല്ലെങ്കിൽ സൗകര്യങ്ങള്. എന്താണ് നോക്കി, these are features that can be given by our health facilities to make life smooth and pleasant for clients. എന്താണ് amenities അല്ലെങ്കിൽ സൗകര്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്ലയൻസ് അല്ലെങ്കിൽ ഉപഭോക്താക്കള് അല്ലെ, ക്ലയൻസ് അല്ലെങ്കിൽ ഉപഭോക്താക്കളുടെ ജീവിതം അല്ലെ, അവരുടെ ആ ഒരു ഹെൽത്ത് ഫെസിലിറ്റി അല്ലെങ്കിൽ ലൈഫ് സ്മൂത്ത് അല്ലെ, അവരുടെ ജീവിതം സുഗമമാക്കാനും സുഖകരമാക്കാനും വേണ്ടി നൽകുന്ന ആരോഗ്യ സൗകര്യങ്ങളെയാണ് അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അമ്യൂണിറ്റീസ് എന്താ? സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഫെസിലിറ്റികളാണ്. എന്തിനു വേണ്ടി നൽകുന്ന ഫെസിലിറ്റിയാണ്? ആ വരുന്ന ക്ലയന്റ് അല്ലെങ്കിൽ ഉപഭോക്താക്കളുടെ ജീവിതം സുഖകരമാക്കാനും സുഗമമാക്കാനും വേണ്ടി നൽകുന്ന ആരോഗ്യ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഫെസിലിറ്റികളെയാണ് amenities എന്ന് പറയുന്നത്. Then they contribute to clients contentment and make clients ready to use our service. ഇതെന്താണ്? നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവിടെ വരുന്ന ക്ലയൻസ് അല്ലെങ്കിൽ പേഷ്യൻസ് എന്താവും? അതിൽ സാറ്റിസ്ഫൈഡ് ആവും അല്ലെ. കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സംതൃപ്തി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെ. നല്ല സൗകര്യങ്ങൾ കൊടുക്കുന്ന ആശുപത്രി ആണെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തോന്നും അല്ലെ. അപ്പൊ അങ്ങനെ സാറ്റിസ്ഫാക്ഷൻ തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ അവര് സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ and make clients ready to use our services അല്ലെ, അവര് പിന്നെയും ഈ സർവീസ് തിരഞ്ഞെടുക്കാനായിട്ട് റെഡിയാവും അല്ലെങ്കിൽ തയ്യാറാവും അല്ലെ. നമുക്കൊരു ഹോസ്പിറ്റലിൽ പോയി നല്ലൊരു സൗകര്യങ്ങളൊക്കെ നമുക്ക് അവരവിടെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ അവരുടെ ആ ഒരു സൗകര്യങ്ങളിൽ സംതൃപ്തരാവുകയും പിന്നീടും അതേ സർവീസ് അല്ലെങ്കിൽ അതേ ഹോസ്പിറ്റലിൽ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ റെഡിയാവില്ലേ, തയ്യാറാവില്ലേ? നോക്കിയ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അവിടെ. ഫോർ എക്സാമ്പിൾ, കംഫർട്ടബിൾ സീറ്റ്സ്, ടെലിവിഷൻ സെറ്റ്സ്, music, educational materials, educative video films, etc. at the OPD and wards. Outpatient ഡിപ്പാർട്ട്മെന്റുകളില് വാർഡുകളിലൊക്കെ എന്തൊക്കെ സൗകര്യങ്ങളാണ് കൊടുക്കുന്നത്? കംഫർട്ടബിൾ സീറ്റുകൾ കൊടുക്കുന്നു. ആൻഡ് ടെലിവിഷൻ കണ്ടിട്ടില്ലേ, TV ഒക്കെ വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ചില ഹോസ്പിറ്റലൊക്കെ ഇപ്പൊ മിക്ക ഹോസ്പിറ്റലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ. TV, അതുപോലെ മ്യൂസിക്, ചിലപ്പോ ചെറിയ രീതിയിലുള്ള പാട്ടുകൾ അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഒരു റിലാക്സേഷൻ ഒക്കെ വേണ്ടിയിട്ട്. ആൻഡ് എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഇപ്പൊ വല്ല എന്താണ് മാഗസീൻസോ അല്ലെങ്കിൽ ബ്രോഷേഴ്സോ ആർട്ടിക്കിൾസോ മുതലായ എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് കൊടുക്കാം. ആൻഡ് എഡ്യൂക്കേറ്റീവ് വീഡിയോ ഫിലിംസ് അതൊക്കെ ഇട്ട് കാണിച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ സൗകര്യം, ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നത് വഴി ആ വരുന്ന പേഷ്യൻസിന് എന്താണ്, അത് സാറ്റിസ്ഫൈഡ് ആവുകയും അവർ പിന്നെയും ഈ ഒരു സർവീസ് എന്താ ലഭ്യമാക്കാനായിട്ട് വരികയും ചെയ്യുന്നു. ക്ലിയർ ആയോ? അമ്യൂണിറ്റീസ് എന്താന്നുള്ളത്? അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യ സേവനങ്ങൾ, ഫെസിലിറ്റികളാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളത് ആ പേഷ്യൻസിനെ കൊടുക്കുകയാണ്. ഇതിനു വേണ്ടിയാ ആ പേഷ്യൻസിന്റെ ജീവിതം അല്ലെ, അവരുടെ ലൈഫ് വളരെ സ്മൂത്ത് ആൻഡ് പ്ലസന്റ് ആയിട്ട് പോവാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആരോഗ്യ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഫെസിലിറ്റികളെയാണ് അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അമ്യൂണിറ്റീസ് ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമ്മൾ ഒരു 9 കമ്പോണൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആ ഒരു 9 കമ്പോണൻസും നമ്മൾ കഴിഞ്ഞു. ആ ഒരു കമ്പോണൻസിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ ഒരു 9 പേരും പഠിച്ചു വെച്ചേക്കാം. അതിൽ ഏതൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയത് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതിനുള്ളിലുള്ള വരുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് കണക്ട് ചെയ്ത് വെച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് ഇപ്പൊ പോട്ടെ. ഓക്കെ ഓക്കെ. Okay, next, perspectives of quality. ഗുണനിലവാരത്തിന്റെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്? പെർസ്പെക്ടീവ്സ് ഓഫ് ക്വാളിറ്റി, ഗുണനിലവാരത്തിന്റെ കാഴ്ചപ്പാടുകൾ. നോക്കി, the health staff, health manager, clients and communities are all stakeholders in service delivery. ഹെൽത്ത് സ്റ്റാഫുകള്, ഹെൽത്ത് മാനേജേഴ്സ്, ക്ലയന്റ് അല്ലെ, ഉപഭോക്താക്കള്, അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി മുതലായവരെല്ലാവരും എല്ലാവരും സേവന വിതരണങ്ങളിൽ, സർവീസ് ഡെലിവറി അല്ലെ, സേവന വിതരണങ്ങളില് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്, അല്ലെങ്കിൽ പങ്കാളികളാണ് അല്ലെ. അതൊരു സേഫ് അല്ലെങ്കിൽ ഒരു സർവീസ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ആളുകളല്ലേ ഇവരെല്ലാവരും
അല്ലെ? ഇവരെല്ലാവരും അതിൽ പങ്കാളികളാണ് അല്ലെ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ഒരു സർവീസ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ളവരാണ് ഇവരെല്ലാവരും. ഒരു ഹെൽത്ത് സ്റ്റാഫ് ആയാലും ഒരു ഹെൽത്ത് മാനേജർ ആയാലും ക്ലയന്റ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മുതലായ എല്ലാവർക്കും ഇതിൽ പങ്കാളികളാണ്. ഇവരെല്ലാം ആ ഒരു സർവീസിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. ആൻഡ് ഈച്ച് ഓഫ് ദീസ് ഗ്രൂപ്പ്സ് മേ ഹോപ്പ് ഫോർ ഡിഫറെന്റ് തിങ്സ് ഫ്രം ഹെൽത്ത് സർവീസസ്. ഈ ഓരോ വിഭാഗവും ഒരു ഹെൽത്ത് സർവീസിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ആരോഗ്യ സേവനത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് പല തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രതീക്ഷിക്കുക അല്ലെ. ഒരു ക്ലയന്റ് ഒരു നല്ലൊരു സർവീസിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല ഒരു ഹെൽത്ത് സ്റ്റാഫ് പ്രതീക്ഷിക്കുന്നത് അല്ലെ. അവരുടെ ആ ഒരു പ്രതീക്ഷകൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കില്ലേ. ഒരു ക്ലയന്റ് ചിലപ്പോൾ ഒരു സർവീസിന് വേണ്ടിയിട്ട് വരുന്ന സമയത്ത് അവർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളായിരിക്കും ഒരു ഹെൽത്ത് സ്റ്റാഫിന് പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്നത് അല്ല അല്ലെ. അവരുടെ ആ ഒരു പ്രതീക്ഷകളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇവർ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ഹെൽത്ത് സർവീസ് വഴി നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു സർവീസ് കിട്ടുക എന്നത് പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാ? പല രീതിയിലുള്ള കാഴ്ചപ്പാടുകളാണ് പലർക്കും ഉള്ളത്. അപ്പൊ അവരുടെ ആ ഒരു കാഴ്ചപ്പാട്, ആ ഒരു ക്വാളിറ്റിയെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റ് അല്ലെ, ഉപഭോക്താക്കൾ അല്ലെങ്കിൽ അവിടെ വരുന്ന രോഗികൾ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ കാഴ്ചപ്പാട്, ഒരു ക്വാളിറ്റിയെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ്? Okay, research done in different parts of the country reveals that our patients or clients require services that are delivered on time by friendly and respectful staff, are safe, generate positive result, and that they can afford, provide them with sufficient information about their condition and treatment, provide them with all the drugs they require, give privacy, are within their reach, and given in a language they can understand. എന്താണ്? നോക്കിയേ, പേഷ്യൻസ് അല്ലെങ്കിൽ ഒരു രോഗി അല്ലെങ്കിൽ ഒരു ഉപഭോക്താവ് ഈ ഒരു ക്വാളിറ്റി എന്നത് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി സർവീസിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. റിസർച്ച് ഡൺ ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ കൺട്രി റിവീൽസ് എന്താണ്? രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ ഗവേഷണങ്ങളിൽ നിന്നും വെളിപ്പെടുന്ന അല്ലെങ്കിൽ റിവീൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പേഷ്യൻസ് അല്ലെങ്കിൽ ക്ലയന്റുകള് ഈ ഒരു നല്ല ക്വാളിറ്റിയുള്ള സർവീസിൽ നിന്നും അവർ എന്തൊക്കെ സേവനങ്ങളാണ് ആവശ്യപ്പെടുന്നത്, എങ്ങനെയുള്ള ഒരു സേവനമായിരിക്കണം അവർക്ക് നല്ലൊരു ക്വാളിറ്റി സർവീസ് എന്ന് പറയുമ്പോൾ കിട്ടേണ്ടത്, എങ്ങനെയായിരിക്കണം? ആർ ഡെലിവേർഡ് ഓൺ ടൈം അല്ലെ, കൃത്യസമയത്ത് സേവനങ്ങൾ കൊടുക്കണം അല്ലെ, ഡെലിവർ ചെയ്യണം, കൃത്യസമയത്ത് കിട്ടണം അല്ലെ. വരുന്ന പേഷ്യൻസിന്റെ കാഴ്ചപ്പാടാണ് പറയുന്നത് കേട്ടോ. കൃത്യസമയത്ത് അവർക്ക് എന്ത് ചെയ്യണം? സേവനങ്ങൾ കൊടുക്കണം, കിട്ടുക എന്നുള്ളത് അവരുടെ ഒരു എന്താണ്, അവരുടെ ഒരു കാഴ്ചപ്പാടാണ് അല്ലെ. by friendly and respectful staff, ഇത് നമ്മുടെയും ഒരു കാഴ്ചപ്പാട് തന്നെയാണ് അല്ലെ. നമ്മളൊരു പേഷ്യന്റ് ആയിട്ട് ചെല്ലുമ്പോൾ നമ്മൾ പറയാമല്ലേ, ശരിയാ, ചില ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ പറയും നമുക്ക് നല്ല രീതി ശരിയാ ഒരുപാട് സമയം എടുക്കും അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടാനായിട്ട് അല്ലെ, ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നതൊക്കെ നമ്മൾ പറയാറില്ലേ, ഇല്ലേ? അതുപോലെ നമ്മൾ പറയാറുണ്ട് അവിടുത്തെ സ്റ്റാഫ് ഒക്കെ ഭയങ്കര റൂഡായിട്ടാണ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് അല്ലെ, ഒട്ടും നല്ലതല്ല എന്നും നമ്മൾ പറയാറുണ്ട്, ഇല്ലേ? അപ്പൊ നമ്മൾ അവിടെ എന്താ പ്രതീക്ഷിച്ചുള്ളത്? നല്ല രീതിയിലുള്ള കൃത്യമായ സമയത്ത് നമുക്ക് ആ സർവീസ് ലഭിക്കണമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് അല്ലെ. രണ്ടാമത് നമ്മൾ പ്രതീക്ഷിച്ച കാര്യം എന്താണ്? വളരെ ബഹുമാനപൂർവ്വം അല്ലെങ്കിൽ നല്ല മാന്യമായിട്ട്, അതുപോലെ തന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് അല്ലെ, സൗഹൃദപരമായിട്ടും അവിടുത്തെ ജീവനക്കാരെ നമ്മളോട് പെരുമാറണം. അങ്ങനെ വിചാരിച്ചിട്ടില്ലേ? വിചാരിച്ചിട്ടില്ലാത്തവരുണ്ടാകില്ലേ? ഇല്ലേ? നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ അങ്ങനെ വിചാരിക്കാറില്ലേ? നമ്മൾ ഒരു സർവീസിന് വേണ്ടി ചെല്ലുമ്പോ ഉണ്ട് അല്ലെ. മൂന്നാമതായി പറയുന്ന വളരെ അവിടെ നല്ലൊരു സേഫ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കണം അല്ലെ. അതുപോലെ നമുക്ക് എന്താ, വളരെ സുരക്ഷിതമായിട്ടും ആൻഡ് ജനറേറ്റ് പോസിറ്റീവ് റിസൾട്ട് അല്ലെ. നമ്മൾ എടുക്കുന്ന ആ ഒരു സർവീസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് വഴി നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടണം അല്ലെ, നല്ലൊരു ഫലപ്രദമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടണം എന്ന് ചിന്തിക്കാറില്ലേ നമ്മള് അല്ലെ. ആൻഡ് ദാറ്റ് ദേ ക്യാൻ അഫോർഡ്, അതുപോലെ ഈ തരുന്ന സർവീസ് അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് താങ്ങാൻ പറ്റുന്നതായിരിക്കണം അല്ലെ, വരുന്ന പേഷ്യന്റിന് താങ്ങാൻ പറ്റുന്നതായിരിക്കണം. ആൻഡ് പ്രൊവൈഡ് ദം വിത്ത് സഫിഷ്യന്റ് ഇൻഫർമേഷൻ അബൌട്ട് ദെയർ കണ്ടീഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. നിലവിൽ നമ്മുടെ ആ ഒരു കണ്ടീഷൻ എന്താണ് അല്ലെ, നമ്മുടെ ആ ഒരു ആരോഗ്യസ്ഥിതി നിലവിൽ എന്താണ്, അതുപോലെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചികിത്സകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, മതിയായ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യണം? അവർക്ക് നൽകണം അല്ലെ. ആൻഡ് പ്രൊവൈഡ് ദം വിത്ത് ഓൾ ദ ഡ്രഗ്സ് ദേ റിക്വയർ, അവർക്ക് ആവശ്യമായ മരുന്നുകൾ നൽകണം അല്ലെ. ആൻഡ് ഗിവ്
പ്രൈവസി, അവർക്ക് നല്ലൊരു പ്രൈവസി അല്ലെങ്കിൽ സ്വകാര്യത നൽകണം. ആൻഡ് ആർ വിത്തിൻ ദിയർ റീച്ച്, ദാറ്റ് ഡിസ്റ്റൻസ്, അല്ലെ, അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ എത്തിപ്പെടാൻ പറ്റുന്ന ദൂരത്തിലായിരിക്കണം ഈ സർവീസ് കൊടുക്കേണ്ടത്, അല്ലെ. ആൻഡ് ഗിവൺ ഇൻ എ ലാംഗ്വേജ് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ഇനി അവർക്ക് കൊടുക്കുന്നത്, അല്ലെ, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം ഈ സർവീസ് നൽകേണ്ടത്. ഇതെല്ലാം ആര് പ്രതീക്ഷിക്കുന്നതാണ്? ആര് പ്രതീക്ഷിക്കുന്ന കാര്യം പറയുന്നേ? ആരുടെ കാഴ്ചപ്പാടാണ് ഇവിടെ പറയുന്നത്? നല്ലൊരു ക്വാളിറ്റി സർവീസിനെ കുറിച്ചുള്ള ആരുടെ കാഴ്ചപ്പാടാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്? ഒരു പേഷ്യന്റിന്റെ അല്ലെങ്കിൽ ഒരു ക്ലയന്റിന്റെ കാഴ്ചപ്പാടാണ് നമ്മൾ പറഞ്ഞത്, അല്ലെ. നമ്മളൊരു പേഷ്യന്റ് ആയിട്ട് ചെല്ലുമ്പോ അല്ലെങ്കിൽ നമ്മളൊരു ക്ലയന്റ് ആയിട്ട് ചെല്ലുമ്പോ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സർവീസിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്, അല്ലെ. നമ്മളൊരു സർവീസ് എടുക്കാൻ ഒരു ഹോസ്പിറ്റലിൽ പോയാല് അത് ശരിയായ സമയത്ത് നമുക്കത് അവർ തരണം, അല്ലെ. അതുപോലെ അവിടുത്തെ ജീവനക്കാരെ നമ്മളോട് വളരെ മാന്യമായിട്ടും സൗഹൃദപരമായിട്ടും പെരുമാറണം, അല്ലെ. അതുപോലെ വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കണം. നമുക്ക് നല്ലൊരു റിസൾട്ട്, ഇപ്പൊ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നല്ലൊരു ഫലപ്രാപ്തിയുള്ള ഒരു കാര്യമാണ്, അല്ലെ. നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടണം, അല്ലെങ്കിൽ നല്ല ഫലപ്രാപ്തി അതുവഴി കിട്ടണം. അതുപോലെ എന്താ, അത് നമുക്ക് താങ്ങാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ സഫീഷ്യന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ആരോഗ്യസ്ഥിതിയും നമ്മൾ എടുക്കുന്ന ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് അവർ നൽകണം. അതുപോലെ എന്താണ്, ആവശ്യമായ മരുന്നുകൾ നൽകണം. നമുക്ക് നല്ലൊരു പ്രൈവസി, അല്ലെ, നമുക്ക് നല്ലൊരു സ്വകാര്യത നൽകണം. അത് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിൽ, അല്ലെ, ഒരുപാട് ദൂരെ അല്ലാതെ നമുക്ക് എത്തിപ്പെടാവുന്ന ദൂരത്തിലായിരിക്കണം നമുക്ക് ഈ ഒരു സർവീസ് ലഭ്യമാകേണ്ടത്. അതുപോലെ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിലുമായിരിക്കണം അവരത് നൽകേണ്ടത്. ഇതെല്ലാം ആരുടെ കാഴ്ചപ്പാടാണ്? ഒരു നല്ല ക്വാളിറ്റി സർവീസിനെ കുറിച്ചുള്ള ഒരു പേഷ്യന്റിന്റെ അല്ലെങ്കിൽ ക്ലയന്റിന്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് ആണ്. ക്ലിയർ ആണോ അത്? ഓക്കെ ആണോ? ഓക്കെ. ദെൻ സെക്കൻഡ് വൺ എന്താ? ദ ഹെൽത്ത് സ്റ്റാഫ് ഓർ പ്രൊവൈഡർ എന്നാക്കാം കേട്ടോ. ഒരാൾ തന്നെയാണ് ദ ഹെൽത്ത് സ്റ്റാഫ് ഓർ പ്രൊവൈഡർ or health provider, health staff or health provider. നോക്കിയേ, the health provider can provide quality care, അല്ലെ. നല്ലൊരു ഹെൽത്ത് പ്രൊവൈഡർ നല്ല ഗുണനിലവാരമുള്ളൊരു പരിചരണം നൽകാൻ സാധിക്കും, അല്ലെ. അവർക്ക് നല്ലൊരു ഗുണനിലവാരമുള്ളൊരു പരിചരണം നൽകാനായിട്ട് ഒരു ഹെൽത്ത് പ്രൊവൈഡറിനെ കഴിയും. If he or she has, അത് എങ്ങനെയാണെങ്കിലാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നത്? സഫിഷ്യന്റ് നോളജ് ആൻഡ് സ്കിൽസ്, അല്ലെ. ആ വരുന്ന ഹെൽത്ത് സ്റ്റാഫിന് അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊവൈഡറിന് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു എന്താണ് സർവീസ് നൽകാൻ, നല്ല ക്വാളിറ്റി ഉള്ള ഒരു കെയർ അല്ലെങ്കിൽ പരിചരണം നമുക്ക് നൽകാൻ കഴിയും എങ്കിൽ പോലും അത് എങ്ങനെയായിരിക്കണം, എങ്ങനെയുള്ളവരാണെങ്കിലാണ് അത് നൽകാൻ കഴിയുന്നത്? നല്ല മതിയായ അറിവും സ്കില്ലും ഉള്ളവരായിരിക്കണം അവര്, അല്ലെ. ആഡിക്വേറ്റ് റിസോഴ്സസ് ഓഫ് സ്റ്റാഫ്, എന്താ, മതിയായ വിഭവങ്ങള് ആ ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് മതിയായ വിഭവങ്ങള്? ആ സർവീസ് കൊടുക്കാനുള്ള ശരിയായ സ്റ്റാഫ് വേണം, അല്ലെ. ജീവനക്കാർ വേണം, അവർക്ക് പ്രവർത്തനങ്ങൾ നടത്താൻ ശരിയായ രീതിയിലുള്ള ജീവനക്കാർ വേണം, ശരിയായ രീതിയിലുള്ള ആവശ്യമായ മരുന്നുകൾ വേണം, ആവശ്യമായിട്ടുള്ള സാധനങ്ങള്, ഉപകരണങ്ങള്, അതുപോലെ ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റി മുതലായ കാര്യങ്ങളെല്ലാം, ഇങ്ങനെയുള്ള എല്ലാ രീതിയിലുമുള്ള മതിയായ വിഭവങ്ങൾ അവിടെ ഉണ്ടാവും. സേഫ് ആൻഡ് ക്ലീൻ വർക്കിംഗ് പ്ലേസ്, എന്താ, വളരെ സുരക്ഷിതമായിട്ടുള്ളതും വൃത്തിയുമുള്ള ഒരു ജോലി അന്തരീക്ഷം, ജോലി ചെയ്യാനായിട്ടുള്ള ഒരു ജോലി സ്ഥലം അവർക്ക് ലഭ്യമായി കൊടുക്കണം. ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു ഫ്രീക്വന്റ്ലി ഇംപ്രൂവ് ഹിംസെൽഫ് ഫോർ ഹെൽപ്പ് ഈസ് വെൽ പെയ്ഡ് ആൻഡ് റിവാർഡഡ് ഫോർ ഗുഡ് വർക്ക്. അതുപോലെ തന്നെ അവർക്ക് സ്വയം മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരം, അല്ലെ. അവരുടെ ആ ഒരു ഇംപ്രൂവ് ചെയ്യാൻ, സ്വയം അവർക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കാം, അവർക്ക് ആവശ്യമായിട്ടുള്ള നോളജ് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകൾ കൊടുക്കാം, എന്തെങ്കിലും ആക്ടിവിറ്റീസ് അവർക്ക് കൊടുക്കാം. അതിലൂടെയൊക്കെ അവരുടെ ആ ഒരു സ്വന്തമായിട്ട് അവരുടെ അറിവിനെ ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ആ ഒരു കഴിവിനെയൊക്കെ അവർക്ക് സ്വന്തം മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കണം. എന്താണ്, ആൻഡ് ഇസ് വെൽ പെയ്ഡ് ആൻഡ് റിവാർഡഡ് ഫോർ ഗുഡ് വർക്ക്. അവർ നല്ലൊരു ജോലി അവർ ചെയ്യുമ്പോ എന്താ, നല്ല രീതിയിലുള്ള പ്രതിഫലം കൊടുക്കണം. ആൻഡ് റിവാർഡുകൾ, എന്താണ്, പാരിതോഷികങ്ങളോ നൽകുക. ഒരു ഹെൽത്ത് സ്റ്റാഫ് അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊവൈഡറിന് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു കെയർ കൊടുക്കാൻ സാധിക്കും. അത് എങ്ങനെയാണെങ്കിലാണ് അവർക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു കെയർ കൊടുക്കാൻ സാധിക്കുന്നത്? എങ്ങനെയുള്ളപ്പോഴാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്? അവർക്ക് മതിയായ അറിവും അതിനെ കുറിച്ചുള്ള വൈവിധ്യം
ക്വാളിറ്റിയും അല്ലെങ്കിൽ സ്കില്ലും അവർക്ക് അതിൽ ഉണ്ടായിരിക്കണം അല്ലെ. എന്നാലല്ലേ നല്ലൊരു ക്വാളിറ്റി ഉള്ള കെയർ കൊടുക്കാൻ പറ്റൂ. അതുപോലെ മതിയായ റിസോഴ്സ് അല്ലെങ്കിൽ വിഭവങ്ങളും ഉണ്ടായിരിക്കണം, മതിയായ ജീവനക്കാരുണ്ടായിരിക്കണം, മതിയായ മരുന്നുകൾ അല്ലെങ്കിൽ ഡ്രഗ്സ് ഉണ്ടായിരിക്കണം, മതിയായ സാധനങ്ങള് ഉപകരണങ്ങള്, അതുപോലെ ട്രാൻസ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട ഫെസിലിറ്റികൾ മുതലായ റിസോഴ്സ് അല്ലെങ്കിൽ വിഭവങ്ങൾ അവിടെ ഉണ്ടായാൽ മാത്രമേ അവർക്ക് നല്ല രീതിയിലുള്ള കെയർ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വളരെ സേഫ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വർക്ക് പ്ലേസ് ആയിരിക്കണം, വളരെ സുരക്ഷിതമായിട്ടുള്ളതും അല്ലെങ്കിൽ വൃത്തിയുള്ളതുമായിട്ടുള്ള ഒരു ജോലി സ്ഥലം ഉണ്ടായിരിക്കണം. ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു ഫ്രീക്വന്റ്ലി ഇംപ്രൂവ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്, അവരുടെ സ്വയം അവർക്ക് മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരം അവർക്ക് നൽകണം അല്ലെ. അത് അവർക്ക് ചില പലതരത്തിലുള്ള വർക്ക്ഷോപ്പുകൾ അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമുകളിലൂടെയാവും, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആക്ടിവിറ്റീസുകളിലൂടെ അവർക്ക് സ്വയം മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങൾ നൽകുകയും അതുപോലെ നല്ല ജോലി ചെയ്താൽ അല്ലെ, നല്ല ജോലി ചെയ്താൽ അതിനനുസരിച്ചുള്ള പ്രതിഫലവും പാരിതോഷികങ്ങളും നൽകുന്നത് വഴി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു ഹെൽത്ത് സ്റ്റാഫ് അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊവൈഡറിന് നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി കെയർ നൽകാൻ സാധിക്കും. അതിന് ഇവർക്ക് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് വഴിയേ അങ്ങനെയുള്ള ഒരു ക്വാളിറ്റി കെയർ കൊടുക്കാൻ പറ്റും. ക്ലിയർ ആയോ? അത് ഒരു ഹെൽത്ത് സ്റ്റാഫ് ഓർ ഹെൽത്ത് പ്രൊവൈഡറിന്റെ കാര്യം പറഞ്ഞ് നോക്കിയാണോ? ഓക്കെ, ജസ്റ്റ് ലാസ്റ്റ് ഒരു ഭാഗം കൂടിയാണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ദ ഹെൽത്ത് കെയർ മാനേജർ, ഒരു ഹെൽത്ത് കെയർ മാനേജർ, ആ മൂന്നെണ്ണം കഴിഞ്ഞ ആ ഒരു ഭാഗം കഴിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഒരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ഭാഗത്തേക്ക് കടക്കാൻ പോവാണ്. ഓക്കെ, ദ ഹെൽത്ത് കെയർ മാനേജർ കൺസിഡർ ക്വാളിറ്റി കെയർ ആസ്. ഇനി ഒരു ഹെൽത്ത് കെയർ മാനേജർ ഒരു ക്വാളിറ്റി കെയറിനെ കാണുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ കണക്കാക്കുന്നത് എങ്ങനെയാണ്? മാനേജിങ് എഫിഷ്യന്റ്ലി ദ റിസോഴ്സസ് ഓഫ് ദ ഹെൽത്ത് ഫെസിലിറ്റി അല്ലെ. ആ ഒരു ഹെൽത്ത് ഫെസിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ആരോഗ്യ സ്ഥാപനത്തിലെ എല്ലാ വിഭവങ്ങളും കാര്യക്ഷമമായിട്ട് എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക അല്ലെ, കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുക അല്ലെ. അതൊരു ഹെൽത്ത് കെയർ മാനേജറിന്റെ വ്യൂ പോയിന്റിൽ പറയുന്നതാണ് കേട്ടോ. അവരുദ്ദേശിക്കുന്നത് ഒരു ക്വാളിറ്റി കെയർ എന്നത് ഉദ്ദേശിക്കുന്നത് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യണം എന്നാണ്. നോക്കി, മാനേജിങ് എഫിഷ്യന്റ്ലി ദ റിസോഴ്സസ് ഓഫ് ദ ഹെൽത്ത് ഫെസിലിറ്റി, ആ ആരോഗ്യ സ്ഥാപനത്തിലുള്ള എല്ലാ വിഭവങ്ങളും നല്ല കാര്യക്ഷമമായിട്ട് എന്ത് ചെയ്യുക, കൈകാര്യം ചെയ്യുക അല്ലെ. രണ്ടാമതായിട്ട് ഹെൽത്ത് സ്റ്റാഫ് അറ്റൈനിങ് സെറ്റ് ടാർഗറ്റ്സ്, അവിടെയുള്ള ഹെൽത്ത് സ്റ്റാഫുകൾക്ക് കൊടുത്തിരിക്കുന്ന ടാർഗറ്റുകൾ അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന കൃത്യമായ ജോലികൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായി അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ആ ഒരു സ്റ്റാഫ് ആ ഒരു ലക്ഷ്യം കൈവരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ആൻഡ് ഹെൽത്ത് സ്റ്റാഫ് ബീയിങ് ഫ്രീക്വന്റ്ലി സപ്പോർട്ടഡ് ആൻഡ് സൂപ്പർവൈസ്ഡ്, അവിടെയുള്ള അവരുടെ കീഴിലുള്ള ഓരോ ഹെൽത്ത് സ്റ്റാഫുകളെയും ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, ആവശ്യമായിട്ടുള്ള സപ്പോർട്ടുകൾ നൽകുക, എല്ലാ രീതിയിലുമുള്ള മേൽനോട്ടങ്ങളും വഹിക്കേണ്ടത് ആരാണ്? ഒരു ഹെൽത്ത് കെയർ മാനേജർ ആണ്. ആൻഡ് ഹാവിംഗ് ആംബിൾ ആൻഡ് കോമ്പിറ്റന്റ് സ്റ്റാഫ് ടു പ്രൊവൈഡ് കെയർ, അതുപോലെ മതിയായ അല്ലെ, മതിയായതും നല്ല കഴിവുള്ളതുമായ ജീവനക്കാര് എന്തിനു വേണം, നല്ലൊരു പരിചരണം കൊടുക്കാനായിട്ട് അങ്ങനെ ഒരു കഴിവുള്ളതും അതുപോലെ തന്നെ മതിയായ ജീവനക്കാരും ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തണം. ആൻഡ് സ്റ്റാഫ് ബീയിങ് ഡിസിപ്ലിൻഡ്, എന്താ അവിടെയുള്ള ജീവനക്കാരെ അച്ചടക്കത്തോടെ ഇരുത്തുക അല്ലെ. ആൻഡ് പ്രൊവൈഡിങ് നെസസറി റിസോഴ്സസ് ഫോർ വർക്ക്, അതുപോലെ ജോലി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മതിയായ റിസോഴ്സ് അല്ലെങ്കിൽ വിഭവങ്ങൾ നൽകുകയും ചെയ്യുക. ഇതൊക്കെയാണ് ഒരു ഹെൽത്ത് കെയർ മാനേജർ ഒരു ക്വാളിറ്റി കെയർ എന്നതുകൊണ്ട് കണക്കാക്കുന്നത്. അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു ക്വാളിറ്റി കെയർ എന്ന് പറയുന്ന ആ ഒരു നല്ല ക്വാളിറ്റി കെയർ കൊടുക്കുന്നതിൽ ഈ ഹെൽത്ത് കെയർ മാനേജറുടെ ജോലി എന്ന് പറയുന്നത് എന്താ, അവര് കണക്കാക്കുന്ന ജോലികൾ എന്തൊക്കെയാണ്? നല്ലൊരു മാനേജിങ് എഫിഷ്യന്റ്ലി ദ റിസോഴ്സ് ഓഫ് ദ ഹെൽത്ത് ഫെസിലിറ്റി, ആ ഒരു ആരോഗ്യ സേവനത്തിലെ അല്ലെങ്കിൽ ആരോഗ്യ സ്ഥാപനത്തിലെ എല്ലാ വിഭവങ്ങളും ശരിയായ രീതിയിൽ അല്ലെങ്കിൽ കാര്യക്ഷമമായിട്ട് എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുക. രണ്ടാമതായിട്ട് പറഞ്ഞത് ആ ഹെൽത്ത് സ്റ്റാഫുകൾ, അവരുടെ കീഴിൽ ഒരുപാട് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ. ആ ഹെൽത്ത് സ്റ്റാഫുകൾക്ക് കൊടുത്തിരിക്കുന്ന ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ടാർഗറ്റുകൾ അവർ കൈവരിക്കുന്നുണ്ടോ എന്ന് മേൽനോട്ടം വഹിക്കുക. ആൻഡ് ഹെൽത്ത് സ്റ്റാഫ് ബീങ് ഈക്വലി സപ്പോർട്ടഡ് ആൻഡ് സൂപ്പർവൈസ്ഡ്, ആ ഓരോ ഹെൽത്ത് സ്റ്റാഫുകൾക്കും ആവശ്യമായ സപ്പോർട്ടുകൾ നൽകുക, അവരെ എല്ലാ വിധത്തിലും അവർക്ക് ആവശ്യമായ മേൽനോട്ടങ്ങൾ നൽകുക. ആൻഡ് ഹാവിംഗ് ആംബിൾ ആൻഡ് കമ്പീറ്റന്റ് സ്റ്റാഫ് ടു പ്രൊവൈഡ് കെയർ, നല്ല രീതിയിലുള്ള പരിചരണം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള മതിയായ ജീവനക്കാര് എങ്ങനെയുള്ളവരായിരിക്കണം? നല്ല കഴിവുള്ള മതിയായ ജീവനക്കാര്
എന്താ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം അല്ലെ. ആൻഡ് സ്റ്റാഫ് ബീങ് ഡിസിപ്ലിൻഡ്, അവരെ ഓരോ ജീവനക്കാരെയും ശരിയായ അച്ചടക്കത്തോടെ നമ്മളെ നിലനിർത്തുക. ആൻഡ് പ്രൊവൈഡ് നെസസറി റിസോഴ്സസ് ഫോർ വർക്ക്, ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ നൽകുകയും ചെയ്യുക. ക്ലിയർ ആണോ? ദ ഹെൽത്ത് കെയർ മാനേജറിന്റെ പെർസ്പെക്ടീവ്സ് ഓക്കെ ആണോ? മൂന്നെണ്ണം. ഓക്കെ, നെക്സ്റ്റ് ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഒരു അക്രഡിറ്റേഷൻ മുതലായ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഇന്നെല്ലാം വായിച്ച് മനസ്സിലാക്കുക. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ മിസ്സിന്റെ അടുത്ത് ചോദിക്കാം കേട്ടോ. ഓക്കെ മിസ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.